ഭഗവത്ഗീത हरिनाम संकीर्तन महायज्ञ की, श्रीला प्रभुपाद की, श्री गुरुदेव की, गौर ब्रह्मानंदे हरि हरि बोल। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। हरे प्रभुपाद की जय, गुरुदेव की जय। हरे श्रीमद् भगवद्गीത അധ്യായം 2 ശ്ലോകം 20. ശ്രീമദ് ഭഗവദ്ഗീത അധ്യായം 2 ശ്ലോകം 20. ना जायते म्रियते वा कदाचित्। शब्दविज्ञान। ना जायते म्रियते वा कदाचित्, नायं भूत्वा भविता वा न भूयः। नायं भूत्वा भविता वा न भूयः। अजो नित्याशाश्वतोऽयं पुराणो न हन्यते हन्यमाने शरीरे। न जायते म्रियते वा कदाचित्, नायं भूत्वा भविता वा न भूयः। अजो नित्यो शाश्वतोऽयं पुराणो न हन्यते हन्यमाने शरीरे। न जायते म्रियते वा कदाचित्, नायं भूत्वा भविता वा न भूयः। अजो नित्यो शाश्वतोऽयं
പുരാണോ ഹന്യത്തെ ഹന്യമാനേ ശരീരേ. കഥാചേ ന്യായം പതിതാവാനൂയഃ അജോ നിത്യം ശാശ്വതോയം പുരാണോ ഹന്യത്തെ ഹന്യമാനേ ശരീരേ. ന്യായം ഭവിതാവാനൂയഃ അജോ നിത്യം ശാശ്വതോയം പുരാണോ ഹന്യത്തെ ഹന്യമാനേ ശരീരേ. മാതാജി ന്യായായത്തെ കഥാചേ ന്യായം ഭൂതോ ഭവിതാവാനൂയഃ അജോ നിത്യം ശാശ്വതോയം പുരാണോ ഹന്യത്തെ ഹന്യമാനേ ശരീരേ. കഥാചേ ഹരേ കൃഷ്ണ. അയം ഇവൻ, അതായത് ആത്മാവ്, കഥാചിത് ഒരിക്കലും, ജായതേ ജനിക്കുന്നില്ല, പ്രിയതേ മരിക്കുകയും ചെയ്യും. അയം ഇവൻ ഭൂത്വ ആവിർഭവിച്ചിട്ടോ ഉണ്ടായിട്ടോ ഭാവിത ആവിർഭവിക്കുകയോ അല്ലെങ്കിൽ ജനിക്കുകയോ ചെയ്യുന്നില്ല. അജഹ അജനും ജനനരഹിതനും നിത്യാഹ നിത്യനും സാക്ഷത സാക്ഷതനും പുരാണ പണ്ടേ ഉള്ളവനുമായ അയം ഇവൻ ശരീരേ ശരീരം ഹന്യമാനെ ഹനിക്കപ്പെടുമ്പോൾ ഹന്യതേ ഹനിക്കപ്പെടുന്നില്ല. ആത്മാവിന് എല്ലാവരും പറയാം, ആത്മാവിന് ഒരിക്കലും ജനന മരണങ്ങൾ അത് ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നില്ല, ഭാവിയിൽ ഉണ്ടാവുകയുമില്ല. അജനും നിത്യനും സാക്ഷതനും പ്രാചീനനുമാണത്. ശരീരം നശിക്കുമ്പോൾ അതിന് മരണമില്ല. ഒന്നുകൂടി, ആത്മാവിന് ഒരിക്കലും ജനന മരണങ്ങളില്ല, അത് ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നില്ല, ഭാവിയിൽ ഉണ്ടാവുകയുമില്ല. അജനും നിത്യനും സാക്ഷതനും പ്രാചീനനുമാണത്. ശരീരം നശിക്കുമ്പോൾ അതിന് മരണമില്ല. ഭാവാർത്ഥം ശ്രീ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ കീ ജയ്. പരമപുരുഷന്റെ സൂക്ഷ്മാണുപ്രായങ്ങളായ ആത്മാക്കൾ ഗുണത്തിൽ പരമാത്മാവിനെ പോലെയാണ്. ശരീരത്തിനെന്ന പോലെ അതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. ആത്മാവ് ഗുണസ്ഥൻ, അതായത് സ്ഥിരൻ എന്ന പേരിൽ അറിയപ്പെടും. 6 വിധം മാറ്റങ്ങൾക്ക് അധീനമാണ് ശരീരം. അത് അമ്മയുടെ ഉദരത്തിൽ ജന്മമെടുക്കുന്നു, കുറച്ച് ദിവസങ്ങൾ അവിടെ കഴിച്ചുകൂടിയ ശേഷം ഭൂമിയിൽ ജനിക്കുന്നു, വളരുന്നു, ചിലതെല്ലാം ചെയ്യുന്നു, ചലിക്കുന്നു, കാലയവനികൾക്കുള്ളിൽ മറയും. ആത്മാവാകട്ടെ
ഇത്തരം മാറ്റങ്ങൾക്ക് വിധേയനല്ല. ജനിക്കുന്നതുമില്ല, ആത്മാവ് ഒരു ശരീരം കൈക്കൊള്ളുന്നത് കൊണ്ട് ആ ശരീരമാണ് പിറക്കുന്നത്. ഇവിടെ ജനിക്കുന്നതും മരിക്കുന്നതും ആത്മാവല്ല. ജനനമുള്ള വ്യക്തിയും മരണവുമുണ്ട്. ആത്മാവിന് ജനനമില്ലാത്തതിനാൽ ഭൂതം, ഭാവി, വർത്തമാനം എന്നീ കാലഭേദങ്ങളുമില്ല. ശാശ്വതനും അധിമനുമാണ് ആത്മാവ്, ആദിമനുമാണ് ആത്മാവ്. അതിന്റെ ഉൽപ്പത്തി എന്താണെന്ന് ചരിത്രത്തിന് അറിഞ്ഞുകൂടാ. ദേഹാവബോധത്താൽ ആത്മാവിന്റെ ജനനാദികളെ കുറിച്ച് നാം അന്വേഷിക്കുന്നു. ശരീരത്തിന് എന്ന പോലെ ആത്മാവിനെ ഒരിക്കലും വാർദ്ധക്യം ബാധിക്കാറില്ല. അതുകൊണ്ട് കിഴവൻ എന്ന് കരുതപ്പെടുന്ന ആൾക്ക് തനിക്ക് ബാല്യത്തിലും യൗവനത്തിലും ഉണ്ടായിരുന്ന അതേ ആവേശം ഇന്നും ഉണ്ടെന്ന് തോന്നുന്നു. ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ആത്മാവിനെ ബാധിക്കാറില്ല. ഏതെങ്കിലും ഭൗതിക വസ്തുവിനെ പോലെയോ ഒരു പടുമരത്തെ പോലെയോ ആത്മാവ് ക്ഷയിക്കുന്നില്ല. ആത്മാവിന് ഉപോത്പന്നങ്ങളുമില്ല. ശരീരത്തിന്റെ ഉപോത്പന്നങ്ങളായ സിദ്ധാന്തങ്ങളും വെവ്വേറെ ആത്മാക്കളത്രേ. ശാരീരിക ബന്ധം കൊണ്ട് അവർ ഒരു പ്രത്യേക വ്യക്തിയുടെ മക്കളെന്ന് അറിയപ്പെടുന്നു. ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ടാണ് ശരീരം വളരുന്നതെങ്കിലും ആത്മാവിന് ഉപോത്പന്നങ്ങൾ ഇല്ല, മാറ്റവും ഇല്ല. അതുകൊണ്ട് 6 ശാരീരിക പ്രമാണങ്ങളിൽ നിന്ന് മുക്തനാണത്. കഠോപനിഷത്തിൽ 1:2-18 പറഞ്ഞിരിക്കുന്നു, അജോ നിത്യാശാശ്വതോയം പുരാണോ നാഹന്യതേ ഹന്യമാനേ ശരീരേ. ഈ പദ്യത്തിന്റെ പൊരുളും വ്യാഖ്യാനവും ഭഗവത്ഗീതയിലെ ശ്ലോകത്തിലുള്ളതുപോലെ തന്നെ. വിഭജിച്ച് അറിവുള്ളയാൾ എന്ന പദം മാത്രമേ ഭിന്നമായിട്ടുള്ളൂ. വിജ്ഞാനമയനാണ് ആത്മാവ്, സദാ ബോധമുള്ളവൻ ആണ്. അതുകൊണ്ട് അവബോധം ആത്മാവിന്റെ ലക്ഷണമാണ്. ഹൃദയാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആത്മാവിനെ ഒരാൾക്ക് കണ്ടെത്താൻ ആവില്ല എങ്കിലും അവബോധത്തിന്റെ സാന്നിധ്യം കൊണ്ട് ആത്മാവ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ആകാശത്തിൽ സൂര്യനുണ്ടെങ്കിലും ചിലപ്പോൾ മേഘങ്ങളുടെ മൂടൽ കൊണ്ടോ മറ്റോ കണ്ടില്ലെന്ന് വരാം. എങ്കിലും സൂര്യപ്രകാശം എപ്പോഴും ഉള്ളത് കൊണ്ട് പകൽ സമയമാണെന്ന് നാം അറിയുന്നു. പുലരുന്നതിന് മുമ്പ് ആകാശത്തിൽ എന്തൊരു വെളിച്ചം കണ്ടാൽ സൂര്യൻ ഉദിക്കുകയാണെന്ന് നമുക്കറിയാം. എല്ലാ ശരീരത്തിലും മനുഷ്യന്റേതാകട്ടെ മൃഗത്തിന്റെ ആകട്ടെ അവയിലൊക്കെയും ബോധമുള്ളത് കൊണ്ട് ആത്മാവിന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാം. ജീവാത്മാവിന്റെ ഈ ബോധം സർവോത്തമ ബോധത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഭൂതവർത്തമാന ഭാവികളെ സംബന്ധിച്ച് സർവവിജ്ഞാനവും ഉൾക്കൊള്ളുന്നതത്രേ ഈ സർവോത്തമ ബോധം. ഓരോ ജീവാത്മാവിന്റെയും അവബോധം മറവിക്ക് വിധേയമാണ്. അങ്ങനെ തന്റെ മൂലസ്വരൂപം മറന്നുപോകുമ്പോൾ കൃഷ്ണൻ നൽകുന്ന സമുത്കൃഷ്ട പാഠങ്ങളിലൂടെ ആത്മാവ് ഉദ്ഭുതനാകുന്നു. മറയിലുള്ള ആത്മാവിനെ പോലെ അല്ല ശ്രീകൃഷ്ണൻ. അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ ഗീതോപദേശം വ്യർത്ഥമാകുമായിരുന്നു. ആത്മാക്കൾ 2 വിധമുണ്ട്, അണു ആത്മാവ്, വിഭു ആത്മാവ്. അണുമാത്രനായതും മഹത്തായ വിഭുവായതും. ഇത് കഠോപനിഷത്തിലും 1:2-20 ഊന്നി പറഞ്ഞിട്ടുണ്ട്. അണോരണീയാത്മകതോ മഹീയാന ആത്മസ്യാജിതേ നിർഹിതോ ഗുഹായ സമാകൃതോ പശ്യതി വീതശോഭോ ധാതുഹോ പ്രസദാൻ മഹിമാനാത്മനഃ. പരമാത്മാവും അണുമാത്രനായ ജീവാത്മാവും ശരീരമാകുന്ന ഒരേ വൃക്ഷത്തിൽ ജീവസത്തയുടെ ഹൃദയന്താർ ഭാഗത്ത് കുടികൊള്ളുന്നു. ഭൗതികങ്ങളായ
എല്ലാ ആഗ്രഹങ്ങളും ശോകങ്ങളും അകറ്റിക്കഴിഞ്ഞ വ്യക്തിക്ക് മാത്രമേ ഭഗവാന്റെ കാരുണ്യത്താൽ ആത്മാവിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയൂ. തുടർന്നുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്നത് പോലെ പരമാത്മാവിന്റെയും പ്രഭവസ്ഥാനമാണ് കൃഷ്ണൻ. എന്നാൽ അർജുനനാകട്ടെ തന്റെ സ്വാഭാവിക അവസ്ഥ മറന്നുപോയ അണുമാത്രനായ ജീവാത്മാവും. അതുകൊണ്ട് അദ്ദേഹത്തിന് കൃഷ്ണനാൽ അഥവാ കൃഷ്ണന്റെ വിശ്വസ്തനായ ഒരു പ്രതിനിധിയാൽ, അതായത് ആധ്യാത്മിക ഗുരുവിനാൽ ഉദ്ഭുതനാകേണ്ടി ഇരിക്കുന്നു. ഓം തത്സത് ശ്രീല പ്രഭുപാദ് കീ ജയ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുർമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാകദാമ്യഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീപാദകമലം ശ്രീഗുരു വൈഷ്ണവാംശ ശ്രീഗുരുവം സാഗരജാതം സഗഗണാരഘുനാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സയന ലളിത ശ്രീ വിശാഹനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തേ. സപ്തകാഞ്ജന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരി പ്രിയ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായനേ കൃഷ്ണ ചൈതന്യ നമോസ്മി ഗോർദിശേ നമഃ. നമോ ബ്രാഹ്മണദേവായ ഗോബ്രാഹ്മണഹിതായ ജഗദ്ഗതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. പഞ്ചാകൽപതിഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച ജ്ഞാനാംബവദേവോ വൈഷ്ണവോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രസായ ഭൂതലേ വിമലേ ഭക്തിവേദാന്ത സ്വാമിനി നാമിനെ. നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരണേ നിർവിശേഷവാദി പാശ്ചാത്യദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമോ വിശുദ്ധായ കൃഷ്ണ ഹരേ കൃഷ്ണ. വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസത്തിന് വളരെ നല്ലൊരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മുടെ അല്ലെ ശ്രീ രാധാ നീലമാസ സംഘത്തിലെ ഗോപികമാരും ഗോപന്മാരും കൂടെ നടത്തുന്ന പ്രോഗ്രാം മഞ്ജനി ആൻഡ് ഗോപാസ് അല്ലെ പിള്ളേരുടെ മാത്രം മാനേജ്മെന്റിൽ നടക്കുന്ന മനോഹരമായ ഒരു ദിവസം. ഇത് ശരിക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം അല്ലെ. അടുത്ത ജനറേഷൻ നന്നായി പ്രസാദമൊക്കെ ഉണ്ടാക്കി വലിയ ആൾക്കാരെ കൂട്ടുന്ന നല്ലത്. ഇന്നത്തെ കീർത്തനം കേട്ടാൽ തന്നെ അറിയാം ഒരു രക്ഷയിലായി ഗംഭീര അല്ലെ കീർത്തനായി. അതാ ന്യൂ ജനറേഷൻ വളരെ ഹാപ്പിയാണ് ഭഗവാന്റെ ജനത്തിൽ നന്നായിട്ട്. അപ്പോ നമുക്കിന്ന് ഫോർച്ചുനേറ്റ്ലി ഭാഗ്യം എനിക്ക് സുദർശൻ ചക്രദാസന്റെ കാരുണ്യം കൊണ്ടാണ് എനിക്കിന്ന് ക്ലാസ് എടുക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ ന്യൂ ജനറേഷൻ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക്ക് പേടിപ്പിക്കുന്ന ടോപ്പിക് ആഫ്റ്റർ ഡെത്ത്, മരണത്തിന് ശേഷം എന്താ എന്നതിനെ കുറിച്ചാണ് ടോപ്പിക്കായിട്ട് തന്നിരിക്കുന്നത്. അത് കേട്ടപ്പോഴേ പേടി വന്നു. നമുക്ക് വയസ്സായി വരില്ലേ സ്വാഭാവിക പേടിയുണ്ട്. അപ്പോ ആ ടോപ്പിക്ക് നല്ല ടോപ്പിക്കാണ്. കാരണം ഇന്നത്തെ ആനുകാലിക പ്രസക്തിയുള്ള ടോപ്പിക്. കാരണം ഈ ടോപ്പിക്ക് പറയുമ്പോൾ ഒരു സംഭവം നടന്നു. എന്റെ ഒരു കൂട്ടുകാരൻ നല്ല സമ്പന്നൻ സ്വന്തമായിട്ട് 2.5 കോടി രൂപ റെഡി ക്യാഷ് കൊടുത്ത ഒരു വീട് മേടിച്ചു. എത്ര? 2.5 കോടി രൂപയുടെ ഒരു വീട്. ലോണൊന്നുമില്ല, റെഡി ക്യാഷ് കൊടുത്തൊരു വീട് മേടിച്ചു. എന്നാല് 2 ദിവസം കഴിഞ്ഞപ്പോ വൈഫ് കഥവ് തുറന്ന് നോക്കിയപ്പോ ആള് മരിച്ചു കിടക്കും. ചെറിയൊരു അറ്റാക്ക്.
ചെറിയ അറ്റാക്കാണോ? ആൾ മരിച്ചു. വലിയ അറ്റാക്ക്. അറ്റാക്കിനെ കുറിച്ച് പറയുമ്പോൾ ചെറിയൊരു അറ്റാക്ക് ഉണ്ട്, ആള് മരിച്ചു പോയി. പക്ഷെ വലിയ അറ്റാക്കാണ്. ആള് മരിച്ചെന്ന് പറയുമ്പോൾ വലുതല്ലേ സംഭവം. ആള് മരിച്ചു. 2.5 കോടിയുടെ വീട്ടിൽ താമസിക്കാൻ അദ്ദേഹം ഇനി ഈ ഭൂമുഖത്തില്ല. ഇത് ഒരു പ്രാവശ്യം കേട്ടാൽ നമുക്ക് ശരി കേട്ടു പോയത്. ഇത് മൊത്തം ഇതാണ് കേൾക്കുന്നത്. എല്ലാം 40-42 വയസ്സിൽ ആൾക്കാർ മരിച്ചു പോയി. എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഏറ്റവും കൂടുതൽ ഭാഗവതം വായിക്കാൻ ഇൻസ്പിറേഷൻ ഏതെന്ന് ചോദിച്ചാൽ റെസിഡൻസ് അസോസിയേഷനിലെ നോട്ടീസ് വേണം. കാരണം റെസിഡൻസ് അസോസിയേഷന്റെ നോട്ടീസ് ബോർഡില് എന്നും അറിയാവുന്ന 2 പേരുടെ പണം ഒട്ടിച്ച് അതിന്റെ താഴെ ഒരു പൂവും കൊടുക്കണം. ആദരാഞ്ജലികൾ എന്നും കൂടെ കാണുമ്പോ അയ്യോ ഇനി അടുത്ത ഫോട്ടോ എന്റെ വന്ന് ആയിപ്പോ എന്നുള്ളൊരു ഭയം അറിയാതെ അത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരും. അപ്പൊ അന്ന് തീരുമാനിക്കും, ഇന്ന് വീട്ടിൽ പോയി ഫസ്റ്റ് ക്യാൻഡ് ഭാഗവതം അല്ലെങ്കിൽ 10 ക്യാൻഡ് എടുത്ത് ഒറ്റ ഇരുപ്പിൽ വായിച്ച് തീർക്കണം. ചാവുന്നതേ ചാവണം, വായിച്ചിട്ട് ചാവാന്ന് തോന്നിച്ചു. അത്രയ്ക്കും നല്ലൊരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ റെസിഡൻസ് അസോസിയേഷന്റെ നോട്ടീസ് ബോർഡാണ്. കണ്ടിട്ടുള്ളവർക്ക് കൈപ്പറ്റിട്ട് നിങ്ങളുടെ റെസിഡൻസ് ബോർഡ് ഇല്ലെങ്കിൽ കോമൺ ആയിട്ട് ഒരു റെസിഡൻസ് അസോസിയേഷൻ ബോർഡ് അവിടെ ഇതാ അവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നല്ലോ, സ്കൂളിന്റെ പേര് SMR സ്കൂളിന്റെ അവിടെ സ്വന്തമായിട്ട് റെസിഡൻഷ്യൽ അസോസിയേഷൻ ഇല്ലാത്തവർക്ക് വേണ്ടി കോമൺ ബോർഡ് എന്നും ഒരു 10 ഫോട്ടോ അവിടെ എന്നും ഒട്ടിച്ചു വെച്ചു. എല്ലാം കളിക്കൂട്ടുകാരുടെ ഫോട്ടോകൾ. ആ പ്രായത്തിലുള്ളവരെല്ലാവരും ഓരോ ദിവസം ഓരോ മുഖം. താഴെ പൂവുണ്ട്. ഒരു പ്രാവശ്യം താമരപ്പൂവാണെങ്കിൽ പിറ്റേ ദിവസം റോസാപ്പൂ. എല്ലാം ഒരേ പൂ. മോശമല്ലേ? അത് ഡിസൈൻ ചെയ്ത ആൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കും. ആദരാഞ്ജലികൾ കോമൺ. ഇതേപോലെ ഒരു പടം എന്നാണ് അവിടെ പൊങ്ങണമെന്ന് നമുക്ക് ആർക്കും. അങ്ങനെ ഒരു ഫോട്ടോ വരുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട കുറെ കാര്യത്തിൽ ഒന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട യങ്സ്റ്റേഴ്സ് അറിയാൻ ആഗ്രഹിക്കുന്ന ആഫ്റ്റർ ഡെത്ത്, മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും. അവർക്ക് അറിയാമോ ഇല്ലയോ? നമുക്കറിഞ്ഞേ പറ്റൂ. കാരണം ഈ ഫോട്ടോ എല്ലാം 40-42 വയസ്സുള്ളവരുടെ ഫോട്ടോയാണ് കാണപ്പെടുന്നത്. പണ്ടാണെങ്കിൽ 80-85 ആയിരുന്നു കേട്ടോ. ഇപ്പൊ എല്ലാം 40-42, 50-52 അങ്ങോട്ട് അപ്പുറം പോണില്ല അല്ലേ? കുറച്ച് നല്ല ക്ഷീണിച്ച് മുടിയൊക്കെ നരച്ചുള്ള ആൾക്കാർ പോകുമ്പോൾ ഒരു സമാധാനമുണ്ട് അല്ലേ? നല്ല കറുത്ത മുടിയുള്ള ആൾക്കാരാണ് പോയി. അതുകൊണ്ട് ഭയമാണ്. ഒന്നല്ല, ഒരുപാട് ആൾക്കാർ മരണപ്പെടും. എല്ലാം കേൾക്കുമ്പോൾ ഒറ്റ ആൻസറേ ഉള്ളൂ. എന്താ? അറ്റൻഷൻ. ഈ സാധനത്തിന്റെ ഒരു പ്രത്യേകത നടക്കുമ്പോൾ തലേ ദിവസം സംസാരിച്ചിട്ട് പോയാൽ പിറ്റേ ദിവസം രാവിലെ ആളില്ല. വേറെ ഏത് അസുഖത്തിനും കുറെ ദിവസം ബെഡിൽ കിടന്ന് മരുന്നൊക്കെ കഴിച്ചും കുറെ സ്വന്തക്കാരുടെ ഫ്രൂട്ട്സ് കഴിച്ചൊക്കെ മരിക്കാനുള്ള ഭാഗ്യം കിട്ടും കേട്ടോ. ഈ അറ്റാക്ക് സാധനത്തിന് ഒരു ഭാഗ്യമില്ല. തലേ ദിവസം ഉറങ്ങി രാവിലെ ഏൽക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇതിനാണ് ഒരു മരുന്നും കണ്ടുപിടിച്ചത്. കാരണം പിറ്റേ ദിവസം ചികിത്സിക്കാൻ ആളില്ല. പോയി പറയുമ്പോ സുഖപ്രസവം എന്ന് പറയും പോലെ സുഖമരണം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. സുഖപ്രസവം നല്ല വാക്കാണ് അല്ലേ? അവരനുഭവിച്ചത് അവർക്ക് പേരിട്ട് സുഖപ്രസവം എന്നതുപോലെ ഒറ്റ രാത്രി കൊണ്ട് മരിച്ചു എന്നുള്ളത് സുഖമരണം ആയിരിക്കാം. പക്ഷെ മരിച്ച ആളിനറിയാം എന്ത് കഷ്ടപ്പെട്ടാണ് മരിച്ചത്, എവിടെയാണ് ഈ മരിച്ചു പോയത്. ജീവിച്ചിരിക്കുമ്പോൾ മാക്സിമം സോഴ്സ് എടുത്ത് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഞാൻ കുറച്ച് നല്ല റെഫറൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മൊത്തം പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു എപ്പിസോഡായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും ഒരു കഥ പറഞ്ഞു. ഒരു രാജാവിന് 5 ഭാര്യമാർ. എന്ത് ഭാഗ്യമുണ്ട്! ഒരാൾ ഇരുന്നിട്ട് ഒന്നിനും സമയം കിട്ടില്ല. ഇതുപോലെ ഒരു ദൗർഭാഗ്യമാണ് വേറെ ആരില്ല എന്നുള്ളതാണ് സത്യം. സ്പിരിച്വൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുക. എന്തായാലും അതിന് 5 ഭാര്യ. അതില് ഒരു ഭാര്യയോട് അയാൾക്ക് ഭയങ്കര സ്നേഹം. വേറെ രണ്ടാമത്തെ ഭാര്യ അത്രത്തോളം ഇല്ല, എങ്കിൽ കുറച്ചുകൂടെ സ്നേഹമുണ്ട്. കൂടുതൽ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ നേരം അവരുമായിട്ട് സഹവസിക്കും. ഈ കാലം ഏറ്റവും കൂടുതൽ സഹവസിച്ചിട്ടുള്ള ഭാര്യ കഴിഞ്ഞാൽ അതിന്റെ അടുത്ത കുറച്ചു കൂടുതൽ സമയം ചിലവാക്കുന്ന മറ്റൊരു ഭാര്യ, അതിനേക്കാളും കുറച്ചുകൂടി സമയം കുറച്ച് ചിലവാക്കുന്ന മറ്റൊരു ഭാര്യ, അതിനേക്കാളും കുറച്ചുകൂടി സമയം ചിലവാക്കുന്ന മറ്റൊരു ഭാര്യ, ഒട്ടും തിരിഞ്ഞു നോക്കാത്ത മറ്റൊരു ഭാര്യ. 5 ഭാര്യ. അപ്പൊ അതില് വയസ്സാണ്, സ്വാഭാവിക വയസ്സാവുമല്ലോ.
ഞാൻ കോളേജിൽ LLBക്ക് പഠിക്കുമ്പോൾ എന്റെ കൂടെ പഠിച്ച് ഇറങ്ങിയത് എല്ലാവർക്കും തപ്പുന്ന കല്യാണം. പിന്നെ ഒരു 20 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അവരെല്ലാം കണ്ടപ്പോ അന്ന് കണ്ട അതേ മുഖത്തിലും അതേ ചന്തത്തിലും 20 വർഷം കഴിഞ്ഞിട്ട് കണ്ടപ്പോ ഒരു മിനി അന്ന് കണ്ട പെൺകുട്ടികളുടെ അതേ പ്രായത്തിൽ വിട്ടിരിക്കും. നോക്കിയപ്പോ ഇതാണ് നമ്മുടെ കൂടെ പഠിച്ച കുട്ടി. നോക്കിയപ്പോ അത് അവരുടെ കുട്ടിയായിരുന്നു. അവര് കുറച്ചുകൂടി നല്ല തുളുക്കൊക്കെ വീണ് തൊട്ടടുത്ത് നിൽക്കുക. വെറും 20 വർഷമേ ഉള്ളൂ നമുക്ക് നല്ല സമയം. മനസ്സിലായോ? കല്യാണം കഴിഞ്ഞുള്ള 20 വർഷത്തോടുകൂടി പണി കഴിഞ്ഞു. പിന്നെ നീണ്ടിൽ താഴോട്ടാണ്. പെട്ടെന്ന് വർഷങ്ങൾ പോയി. ഇപ്പോ നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാരെ അന്ന് കണ്ട അതേ പ്രായത്തിൽ അവരുടെ മക്കളായി. മനസ്സിലായോ? ഇത്ര പെട്ടെന്ന് കാലം ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കും. അന്ന് അപ്പന്മാരെന്ന് പറഞ്ഞ അതേ ആൾക്കാര് ഇപ്പൊ ഈ ഭൂമുഖത്തില്ല. ആ സ്ഥാനം വഹിക്കുന്നത് ഇപ്പൊ നമ്മൾ. പണ്ട് ചേട്ടാന്ന് വിളിച്ചവരൊക്കെ ഇപ്പൊ നമ്മളെ കണ്ടാൽ ചേട്ടാന്ന് വിളിക്കുന്നില്ല. മാമാ കേൾക്കുമ്പോ അയ്യോ മാമനം. അതെ മാമനാണ്. കണക്ക് നോക്കുമ്പോ നമ്മുടെ മക്കളുടെ പ്രായമുള്ളവർക്ക് അപ്പനെ അപ്പാന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. മാമാന്നെ വിളിക്കാൻ പറ്റും. ചേട്ടൻ വിളിക്കാൻ പറ്റുന്നില്ല. ചേട്ടാന്ന് വിളിക്കാനേ പറ്റൂല. അപ്പൊ മാമാനെ വിളിച്ചല്ലേ പറ്റൂ. അതാ അപ്പൊ എന്താണ്? അപ്പോ കാലം സർവം ഹരിച്ച സർവവും കാലം അടിച്ചുകൊണ്ട് വെച്ചുകൊണ്ട് സംശയം. അപ്പോ ഈ ഭാര്യമാരുടെ കൂടെ സഹവസിച്ചിരുന്ന ഈ രാജാവിനും ഈ കാലത്തിന്റെ ദോഷം കൊണ്ട് വയസ്സായി. ഭാഗ്യവാൻ അറ്റാതൊന്നും വന്നില്ല, ജീവിച്ചിരിക്കും. അദ്ദേഹം ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? അദ്ദേഹം റെസിഡൻസിന്റെ ബോർഡൊക്കെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. എന്താണ്? കൂടെ ഒരു മരിച്ചു, ഞാനും മരിച്ചു പോകുമെന്ന് തോന്നി തുടങ്ങി. അപ്പൊ ഇദ്ദേഹം ഒന്ന് വരണ്ടു, സ്വാഭാവികമായിട്ടും വരണ്ടു പോയി. അപ്പൊ മരണം എന്ന് പറഞ്ഞ് പത്രം വായിക്കുമ്പോൾ നമുക്കും ഒരു അറ്റാക്ക് വരണമെന്നൊരു ചെറിയൊരു നെഞ്ചുവേദന ആണോ എന്നൊരു ഡൗട്ട് ഉള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം എന്ത്? ഏത് സമയത്തും നമുക്ക് ആ നെഞ്ചുവേദന വന്നേക്കാം. രാജാവിന് അങ്ങനെ ഒരു പേടി വരാൻ പറ്റും. രാജാവ് എന്ത് ചെയ്തു? മരിക്കും മുമ്പ് ഒന്ന് സമാധാനപ്പെടണമല്ലോ. അതുകൊണ്ട് ഭാര്യമാരെയൊക്കെ വിളിച്ചിട്ട് ചോദിക്കുക, ഞാൻ മരിക്കുകയാണ്, മിക്കവാറും ഉടനെ മരിച്ചു പോകുന്നു തോന്നുന്നു. ഈ കഥ നിങ്ങൾ കേട്ടിട്ടുള്ള കഥ ആയിരിക്കും. എന്നാലും ഈ അവസരത്തിൽ പറയാം, ഞാൻ പോകുമ്പോൾ എന്റെ കൂടെ നീ വരും. നല്ലൊരു ഇത്രയും കാലമായിട്ട് സമയം ചെലവാക്കിയത് ഈ ഭാര്യയുടെ കൂടെയാണ്. ഏറ്റവും കൂടുതൽ നല്ല നല്ല പാരിജാത പുഷ്പങ്ങൾ വാങ്ങിച്ചു കൊടുത്തത് ഈ ഭാര്യയ്ക്കാണ്. നീ ചോദിച്ചാൽ അമ്പിളിമാവനെ വരെ ഞാൻ പിടിച്ചു കൊണ്ടുവന്ന് പറയുന്നുള്ള കളിവാചകളും തമാശയും പറഞ്ഞ് കൂടുതൽ സമയം ചെലവഴിച്ച ഈ ഭാര്യയോട് ചോദിക്കുകയാണ്, ഞാൻ മരണപ്പെട്ടു പോയാൽ നീയും കൂടെ എന്റെ കൂടെ വരും. വരുമോ? അതെങ്ങനെ വരും? വരും. അത് മാത്രം പറ്റും. ഇതെല്ലാം ഇവിടെ വെച്ചുള്ളതാണ്. ഓക്കെ, വെളിയിൽ ഒരു പരിപാടി നമ്മൾ വരില്ല എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം വരണ്ടു പോയി. ഇത് ഒട്ടും അങ്ങനെ ഒരു ആൻസർ പ്രതീക്ഷിച്ചില്ല. ഭാര്യ സത്യസന്ധയായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് വരില്ല. ഇപ്പോഴത്തെ ഭാര്യ ഉറപ്പായിട്ട് വരും. മതി സത്യത്തല്ലേ. അപ്പൊ ജീവിച്ചിരിക്കുന്ന വരെ അയാളെ ഉറ്റാണ്. കല്യാണത്തിന് പോകുമ്പോ ചില ആൾക്കാർ കല്യാണത്തിന് പോകുമ്പോ എങ്ങനെ അറിയാം? അത് പരിചയമുള്ള ആളുടെ കല്യാണമാണെങ്കിൽ പോകും. പരിചയമുള്ള ആൾ മരിച്ച മരണത്തിന് പോകില്ല. കാരണം എന്താണെന്നറിയാം? അയാൾ മരിച്ചെങ്കിൽ മറ്റൊരു ജീവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി പോയാലേ അവന് ഇനി എന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ. മറ്റൊരു മരിച്ചാലോ ഇനി എന്തിനെ പോണം? പോയവര് പോയി. ഇതാണ് ഇപ്പോഴത്തെ നിയമം. പക്ഷെ ആ രാജ്ഞി സത്യസന്ധയായിരുന്നു. അറിയാതെ പറഞ്ഞു പോയി. അതെങ്ങനെ വരും? ഉള്ളിന് വന്നു പോയതാണ്. അഭിനയിക്കാൻ സമയം കിട്ടി. ഇത് കേട്ടപ്പോ രാജാവ് അയ്യോ വെച്ചു. കാരണം എന്ത്? രാജാവിന്റെ ഏറ്റവും നല്ല സാധനം ആർക്കാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്? ഈ നേരത്തിന്. ഏറ്റവും കൂടുതൽ നല്ല സമയങ്ങൾ ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? ദേഹിക്കാം. ഏറ്റവും നല്ല മധുരവാചകങ്ങൾ ആരെ കുറിച്ച് പുകഴ്ത്തിയാണ് സമയം ചെലവായിട്ടുള്ളത്? ഈ ഐശ്വര്യ ഭാര്യ ഐശ്വര്യ റായ്. ഈ ഐശ്വര്യ റായിക്ക അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള എല്ലാം സംഭാവന ചെയ്തിരിക്കുന്നത് ഈ ഭാര്യയ്ക്ക്. ആ ഭാര്യ ആരുടെ കൂടെ നീ വരൂല, മരണപ്പെട്ട എന്റെ കൂടെ വരൂ.
ഇത് കേട്ടപ്പോ ഇദ്ദേഹം ആദ്യം വ്യതിരിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് ഓപ്ഷൻ മാറുന്നില്ല, അടുത്ത ആളെ വിളിച്ചു, അടുത്ത ഭാര്യയെ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, നീ എന്റെ കൂടെ വരും. ഉടനെ എങ്ങനെ വരും? അതും പറയുന്നു, ഞാൻ താങ്കളുടെ കൂടെ നിൽക്കാം, മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ വരാൻ പറ്റും? അപ്പോ അദ്ദേഹം വീണ്ടും വിഷമിച്ചു. മൂന്നാമത്തെ ആളെ വിളിച്ചു. ആ മേഡം പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാം, ഞാൻ കുറച്ചുകൂടെ നേരം കൂടുതൽ ഞാൻ വേണ്ടി ചെലവാക്കാം, അല്ലാതെ അങ്ങയുടെ കൂടെ എനിക്ക് അനുഗമിക്കാൻ പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ എന്ന് സത്യം തുറന്നു പറഞ്ഞു. അദ്ദേഹം വീട്ടിലും വളരെ വിഷമിച്ചു. അവസാനം ലാസ്റ്റ് ഭാര്യയെ വിളിച്ചിട്ട് ചോദിച്ചപ്പോ അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. ദേവി പറഞ്ഞു വരാം, കല്യാണം തോന്നുന്നല്ലേ. എന്തായാലും ദേവി പറഞ്ഞു ഞാൻ വരാം. യഥാർത്ഥത്തിൽ ആരാണ് ഇതിന് ഗുണപാഠമുള്ള ഒരു കഥയാണ്. ആരാണ് ഈ രാജ്ഞിമാരെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഈ 5 ഭാര്യമാരെ തലത്തിൽ ആണിനുമുണ്ട് പെണ്ണിനും. ശരീരം എടുത്ത എല്ലാവർക്കും ഈ 5 ഭാര്യമാർ. അതിൽ ഒന്നാമത്തെ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ബന്ധങ്ങൾ. നമ്മുടെ സ്വന്തം ബന്ധങ്ങൾ നമ്മളെ മരണപ്പെട്ടാൽ നമ്മുടെ കൂടെ വരുമോ? വരും. എവിടെ വരെ വരും? സ്വന്തം ബന്ധുക്കൾ ലേഡീസ് ഒക്കെ മാക്സിമം നമ്മുടെ വീട്ടിന്റെ നട വരെ വരും. പോവല്ലേ അല്ലെ വിളിക്കും, പോകുന്നത് ഉറപ്പാണ്. അതിന്റെ കൂടെ ഒന്നുകൂടെ വിളിക്കും, എനിക്ക് ആരും ഇല്ലേ, പോയാൽ പോട്ടെ. പക്ഷെ എനിക്ക് ആരുമില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. ആള് മരിച്ചുപോയതിന്റെ വിഷമല്ല, എനിക്ക് ആരും ഇല്ലാതായിപ്പോയി, സമ്പാദിച്ചിന് ആര് കൊണ്ട് തരും? മറ്റാണ് വെറുതെ ഇരുന്നാൽ മതി, പൈസ വരുവാൻ. ഇനി എനിക്ക് സമ്പാദിക്കാൻ ആരുമില്ലേ? അപ്പൊ വന്നവരാരെങ്കിലും ഏറ്റെടുക്കോ? ആരും മുഖത്ത് നോക്കി പറയാം, ആരും തിരിഞ്ഞു നോക്കൂല. ആർക്കും ഉത്തരവാദിത്തം എടുക്കാൻ തയ്യാറല്ലല്ലോ, അതല്ലേ? അപ്പോ ആരുമില്ലേ എന്നുള്ളതാണ് വിഷയം. അല്ലാതെ മരിച്ച ആള് ഭാഗവതം വായിക്കാതെ മരിച്ചുപോയി, അതിന്റെ സങ്കടമല്ല. 16 മാല ജപിക്കാതെ ദീക്ഷ എടുക്കാതെ മരിച്ചു, അതിന്റെ വിഷമമല്ല. എനിക്ക് ആരുമില്ലേ, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. എന്തായാലും അവര് മാക്സിമം എവിടെ വരെ വരും? തൂക്കിക്കൊണ്ട് പോകുമ്പോൾ വെളിയിൽ ലേഡീസ് എല്ലാം ആ ശ്മശാനത്തിന്റെ അടുത്തൊന്നും പോയില്ല, സാഹസികമൊന്നും കാട്ടൂല, വീട്ടിന്റെ വരെ വരും. അതാണ് ആദ്യത്തെ. ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കിയ ആള് അതോടുകൂടി. അടുത്ത ഭാര്യ എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടുതൽ നേരം നമ്മളെ അനുഗമിച്ച് എവിടെ വരെയാണത്? ശ്മശാനത്തിലെ കർമ്മങ്ങളൊക്കെ അടുത്ത് നിന്ന് കാണും. അവസാനം റീത്തൊക്കെ എടുത്ത് മാറ്റുന്നവരെയും കൂടെ കാണും. റീത്തൊക്കെ വച്ചു കൊണ്ടുപോകും, അവസാനം അതും കൂടെ എടുത്ത് മാറ്റും, അല്ലെ? അതുവരെ കൂടെ തലയ്ക്ക് ചുറ്റും ഒരു അരിയൊക്കെ വായിൽ നമുക്ക് കൂടെ. അത് ഇവിടെ നിന്ന് ഒരു തൂക്കും. അതെവിടെയാണ് പോണത്? കത്തിക്കുക. അവിടെ ഇപ്പം ചൂട് കൂടുതലായതുകൊണ്ട് മാറുന്നു. അതുവരെ രണ്ടാമത്തെ ഭാര്യ വിളിക്കും. അതാരാണ്? ക്ലോസ് റിലേറ്റീവ്സ് ആയിട്ടുള്ള മറ്റൊരാൾക്ക്. ഭാര്യയുടെ സമയം കഴിക്കും, വാതിൽ വരെ വന്നതോടുകൂടി പണിയും. പിന്നെ വരുന്നത് ക്ലോസ് റിലേറ്റീവ്സ് മാക്സിമം പോയ എവിടെ വരെ വരും? ശ്മശാനത്തിൽ അത് കത്തിക്കുന്ന ആ സമയം എടുത്തു വെക്കുന്നത് വരെ എല്ലാവരും ചാടി നിൽക്കും. അതോടുകൂടി അവരെ വിട്ടേനും കഴിയും. പിന്നെ ആരായിരിക്കും? മൂന്നാമത്തെ ഭാര്യ. മൂന്നാമത്തെ ഭാര്യ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത പുണ്യപ്രവൃത്തിയാണ് മൂന്നാമത്തെ ഭാര്യ. അവർ നമ്മൾ എന്ത് ചെയ്യും? അനുകരിക്കും. പുണ്യപ്രവൃത്തി നമ്മൾ അനുകരിക്കും. നമ്മൾ ഒരുപാട് പേർക്ക് ദാനം ചെയ്ത ആളാണ്, ഒരുപാട് പേർക്ക് വീട് കെട്ടിക്കൊടുത്ത ആളാണ്, ഒരുപാട് പേർക്ക് അന്നദാനം ചെയ്ത ആളാണ്, ഒരാൾക്ക് പൈസ കൊടുത്ത് സഹായിച്ച ആളാണ്, ചില ആൾക്കാർ ചെരുപ്പ് കൊടുത്ത്, ചിലർക്ക് ഡ്രസ്സ് കൊടുത്ത് സഹായിച്ച ആളാണ്, ഹോസ്പിറ്റലിൽ കെട്ടി, ഇങ്ങനെയുള്ള പുണ്യപ്രവൃത്തി ഉണ്ട്. ആ പുണ്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നമ്മളെ മരണത്തിന് ശേഷവും നമ്മളെ അനുഗമിക്കും. പക്ഷെ പുണ്യം ചെയ്യാൻ നമുക്ക് എവിടെ സമയം? ഭാര്യയുടെ ഉടക്ക് തീർന്നിട്ട് ജോലിക്ക് പോയാൽ കിട്ടിയ പൈസ ഭാര്യയെ സംതൃപ്തി, കുടുംബക്കാരെ സംതൃപ്തിപ്പെട്ടത് വേണ്ട, നാട്ടുകാർക്ക് കൊടുക്കാൻ, അല്ലേ? ഇതിനൊന്നും നമുക്ക് സമയമില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, മൂന്നാമത്തെ ഭാര്യയുടെ കൂടെ അധികം നമ്മൾ സമയം ചെലവാക്കിയിട്ടില്ല. ചെലവാക്കിയ ആൾക്കാരെല്ലാം വിട്ടിട്ട് പോയി. നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഭാഗ്യവനായ ഒരു ആളായിരുന്നു ആര്? നമ്മുടെ ആനയുടെ പേരെന്താ? ഗജേന്ദ്രൻ. പാവപ്പെട്ടവൻ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി. നമ്മൾ ചത്താലും മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം അല്ലെ മൃഗമായിട്ട് കൂടി അദ്ദേഹത്തിന് ഒരു ഇഷ്യൂ വന്നപ്പോ ആദ്യം ഇട്ടിട്ടോടിയതായിരുന്നു ഭാര്യമാരാണ്. രണ്ടാമത് ഫ്രണ്ട്സ് ഇട്ടിട്ട് പോയി. അവസാനം മനസ്സിലായി ഈ ശരീരമേ ഇതിന്റെ കൂടെ ഉള്ളു. പിന്നെ മനസ്സിലായി ശരീരവും അതിനെ സൂട്ടല്ലാന്ന്.
പിന്നെ ഇനി ആരെ വിളിച്ചാൽ മതി? പൂർവ്വജന്മത്തിൽ പഠിച്ച ഭഗവത്ഗീത ഭാഗവത ശ്ലോകം അപ്പോ ഓർമ്മ വന്നു. പൂർവ്വജന്മത്തിൽ, ആ ജന്മത്തിൽ അതേ ഭഗവത്ഗീത ഭാഗമൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ പൂർവ്വജന്മത്തിൽ പഠിച്ച ആ ഭാഗവത ശ്ലോകം ഗജേന്ദ്രന് ഓർമ്മ വന്നു. അപ്പ പാടി കൃഷ്ണ അതുമൂലമേ കൃഷ്ണ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഭഗവാൻ വന്നു. ഒരു ഭാര്യമാരും വന്നിട്ട്, ഒരു കൂട്ടുകാരും വന്നിട്ട്, ഒരു റിലേറ്റീവ്സ് വന്നില്ല, ഓടി. ഇന്നൊക്കെ നമ്മൾ ഗുണപാഠങ്ങൾ പഠിക്കും. കൃഷ്ണ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവൂ എന്ന് ആനയിൽ നിന്നും പഠിക്കും. ഈ ഗജേന്ദ്രൻ ആന നമ്മൾ അതാണ് പഠിപ്പിക്കുന്നത്. ഭാഗവതിലൂടെ അത് മനസ്സിലാക്കാൻ പഠിക്കും. അവസാനം ഇത് പൂർവ്വജന്മത്തിൽ പഠിച്ച ശ്ലോകം ഓർമ്മ വന്നു. അപ്പൊ ശ്ലോകം പഠിച്ചാൽ അത് ഈ ജന്മത്തിലും മറക്കൂല, നെക്സ്റ്റ് ജന്മത്തിലും മറക്കൂല. ശ്ലോകത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. ബാക്കി ഏത് സംഭവവും പഠിച്ചാൽ നമ്മൾ ഈ ജന്മത്തോട് മറക്കും. പക്ഷെ ശ്ലോകം പഠിച്ചു വെച്ചാൽ അടുത്ത ജന്മത്തിൽ നമ്മൾ അത് ഓർക്കുന്നതാണ്. അതാണ് ഭഗവത്ഗീത ഭാഗം ശ്ലോകം പഠിച്ചുള്ള മാസ്മരികത. ഇവിടെ മൂന്നാമത്തെ ഭാര്യ നമ്മുടെ കൂടെ വന്നു. പക്ഷേ അത് എവിടെ വരെ വരും എന്ന് ചോദിച്ചാൽ മാക്സിമം പോയ ഭൗതിക ലോകത്തിനകത്ത് കിടന്ന് കറങ്ങാനേ പറ്റും. ഈരേഴ് 14 ലോകവും ഭൗതിക ലോകം. ഇപ്പൊ നമ്മളെ ശരീരം, ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ ഈ നമ്മൾ ചില പുണ്യപ്രവൃത്തി നമ്മുടെ കൂടെ വരുമ്പോൾ ആ പുണ്യമുള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും ജനിക്കേണ്ടതുണ്ട്. ഇതേപോലെ ഒരു ശരീരം എടുക്കേണ്ടി വരും. മൃഗശരീരമോ എന്തെങ്കിലും ഒരു മറ്റൊരു ശരീരം എടുക്കേണ്ടി വരും. അപ്പോ ഈ പുണ്യം നമ്മളെ അനുഗമിക്കും. പക്ഷെ ഈ പുണ്യമുള്ളത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടത്തില്ല? മോശം കിട്ടത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ഈരേഴ് 14 ലോകവുമാകുന്ന ഭൗതിക ലോകത്തിനകത്ത് നമ്മൾ ചില പുണ്യം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ശരീരം, ഒരു സ്ഥൂല ശരീരം എടുക്കേണ്ടി വരും. അങ്ങനെ ഈരേഴ് 14 ലോകത്തിനകത്ത് ഈ പുണ്യം കൊണ്ട് കറങ്ങാം. പക്ഷെ ഈ 14 ലോകം താണ്ടിയുള്ള ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാൻ ഈ പുണ്യം നമ്മളെ നിർദ്ദേശിക്കും. ഓക്കെ. അപ്പോ അവിടെ മൂന്നാമത്തെ ഭാര്യ ഈരേഴ് 14 ലോകം വരെ വരത്തു. എന്നാൽ നമുക്ക് പോകേണ്ടത് അതും താണ്ടി വൈതരണി നദിയും കടന്ന് ഭഗവാന്റെ ആധ്യാത്മിക വൈകുണ്ഠ ലോകവും താണ്ടി അതിനും അകത്തുള്ള ഗോലോക വൃന്ദാവനത്തിൽ പോകണം എന്നുള്ളതാണ് ശരിക്കും ഒരു ആത്മാവിന്റെ ശരിയായ ഒരു ടാർഗറ്റ്. അവിടെ കൃഷ്ണപ്രേമം ഉള്ളവർക്ക് മാത്രമേ പോകാൻ പറ്റൂ. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒട്ടും തിരിഞ്ഞു നോക്കാത്ത ഒരു ഭാര്യ ഉണ്ടല്ലോ, ആ ദേവിയെ എടുത്ത് നമ്മൾ കുറച്ച് സമയം ചെലവാക്കണം. എന്താണ് അത്? നമ്മൾ പുണ്യപാപം ചിന്തിക്കാതെ കൃഷ്ണന്റെ സേവനത്തിന് വേണ്ടി മാത്രം അഹൈരുവീതി അപ്രതീഹത, മോട്ടിവേഷനോ അൺകണ്ടീഷണൽ ആൻഡ് അൺമോട്ടിവേഷണൽ ആയിട്ട് കൃഷ്ണ സേവനം ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത ആൾക്കാർക്ക് മാത്രം പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എന്തിനാണ് നമ്മൾ സേവനം ചെയ്യുന്നത് വെച്ചാൽ കൃഷ്ണനെ പ്രതിപ്പെടുത്താം. അല്ലാതെ നമുക്ക് ഒരു പുണ്യം കിട്ടാൻ, നമുക്ക് ഷൈൻ ചെയ്യാൻ, 4 പേർ മുന്നിൽ നിലനിന്ന് നിൽക്കാം, അങ്ങനെ ഒരു ചിന്തഗതി എല്ലാം മാറ്റിവെച്ച് പൂർണ്ണമായും കൃഷ്ണ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവാക്കിയ ഓരോ സെക്കൻഡുകളെയും കണക്ക് കൂട്ടിയ ആ കണക്കിനെയാണ് നാലാമത്തെ ഭാര്യയുടെ കൂടെ ചിലവാക്കിയ സമയം എന്ന് പറയും. അങ്ങനെ എത്ര സമയം നമ്മൾ ചിലവാക്കുന്നത് കൃഷ്ണ സേവനത്തിന് വേണ്ടി? ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത് എന്തിന്? പണം കിട്ടാനല്ല, പദവി കിട്ടാനല്ല, പൊസിഷൻ കിട്ടാനല്ല, 4 പേർ മുന്നിൽ നിലനിന്ന് നിൽക്കാനല്ല. ആരും കാണാതെ ഇരിക്കുന്ന സമയത്ത് ചെയ്യുന്ന സാധനമാണ് സാധന. സേവനം 4 പേര് കാണുമ്പോൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റുമോ? സാധന സ്വന്തമായിട്ട് ആരുമില്ല, കൃഷ്ണൻ നമ്മൾ മാത്രമുള്ള സമയത്ത് ജപമാലയ്ക്കകത്ത് കൈയിട്ട് ജപിക്കുന്ന സാധനം. ഇതാണ് നാലാമത്തെ ഭാര്യയുടെ കൂടെ ചിലവാക്കിയ സമയത്ത്. 5ാമത്തെ ഭാര്യ എന്നുള്ളത് ക്ഷമിച്ചു കളയുക. ഞാൻ പറഞ്ഞപ്പോ 5 ഭാര്യ ആയി. 4 ഭാര്യ. 4 പോരെ കൂടുതൽ ഭാര്യമാർ വേണോ? 4 ഭാര്യ. ഓക്കെ. അപ്പൊ 4ാമത്തെ ഭാര്യ എന്ന് പറയുന്നത് ഭക്തിയുക്ത ഭഗവത് സേന. ഈ ഭക്തിയുക്ത ഭഗവത് സേന ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഈരേഴ് 14 ലോകവും താണ്ടി ആധ്യാത്മിക ലോകത്ത് പോകാൻ പറ്റും. ഇതാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ദൈവ സാമ്രാജ്യം എന്നുണ്ട്. നിങ്ങൾ എന്നെ ഫോളോ ചെയ്താൽ മാക്സിമം നിങ്ങൾക്ക് എവിടെ വരെ വരാൻ പറ്റും? എവിടെ വരെ വരാൻ പറ്റും? സ്വർഗം വരെ പോകാം. പക്ഷെ ദൈവസാമ്രാജ്യം ഉണ്ട്. എന്നാൽ മടയന്മാരെ നിങ്ങൾക്ക് ഇപ്പൊ പറയണതേ ഒന്നും മനസ്സിലാവുന്നില്ല, ഇത് കൂടുതൽ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്നെ അനുസരിക്കും, സ്വർഗം വരെയെങ്കിലും എത്തണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഈരേഴ് 14 ലോകത്തിന്റെ കണക്കൊന്നും പറഞ്ഞില്ല. 3 ലോകത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഏത് ലോകം? സ്വർഗം, നരകം, ഭൂമി. ഒരു കാര്യം തുറന്നു പറഞ്ഞു, എന്താ? ദിസ് ഈസ് നോട്ട് യുവർ പെർമനന്റ് പ്ലേസ്. നിങ്ങളിപ്പോ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി ഒരിക്കലും നിങ്ങളുടെ പെർമനന്റ് പ്ലേസ് അല്ല എന്നാര് പറഞ്ഞു? യേശു. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ പാപികളാണ്, പാപം ചെയ്തതിനാൽ ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങൾ പാപികളാണ്, പാപം ചെയ്യാൻ ഇവിടെ വന്നിരിക്കുന്നു. ഞാനാണ് സത്യവും വഴിയും, എന്നിലൂടെ അല്ലാതെ ദൈവസാമ്രാജ്യത്തിലേക്ക് മറ്റൊരു വഴി.
നിങ്ങൾ എന്നെ അനുസരിച്ചാൽ മാത്രമേ എവിടെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, ദൈവസഭയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. അതിനർത്ഥം എന്താ? 100% പുനർജന്മം ഉണ്ടെന്ന് ആ ലൈനിൽ വന്നിട്ടുണ്ട്. ഇവിടെ വരുന്നതിന് മുമ്പേ നമുക്കൊരു ലൈഫ് ഉണ്ടായിരുന്നു എന്നും അതിനകത്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉണ്ട്, ഇവിടെ പെർമനന്റ് താമസിക്കാൻ പറ്റൂല എന്നും അതിനകത്ത് വന്നിട്ടുണ്ട്. ബൈബിളിനെ വെച്ചാൽ നമ്മൾ പറയും. അപ്പൊ ബൈബിളിൽ അനുസരിച്ച് നമുക്ക് പുനർജന്മം ഉണ്ടെന്ന് വന്നു കഴിഞ്ഞു. ദിസ് ഈസ് നോട്ട് യുവർ പെർമനന്റ് പ്ലേസ്. മരണത്തിന് ശേഷം ജീവിതമുണ്ട്. ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾ പാപം ചെയ്യാത്ത ആളായിരുന്നു. പാപം ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നത്. അപ്പൊ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ എവിടെയോ ആയിരുന്നു. ശരിയല്ലേ? അപ്പൊ ഇവിടെ വന്നത് പാപം ചെയ്തുകൊണ്ട്. ഇത് തന്നെ എന്റെ ഭഗവത്ഗീതയിലും പറയുന്നു. ഭഗവാനെ പോലെ ആവണമെന്ന് ശ്രമിച്ചപ്പോൾ ഭഗവാന്റെ ലോകത്ത് നിന്ന് നമ്മൾ ഭൗതിക ലോകത്തിലേക്ക് വീണു. എന്നാൽ ഭഗവാന്റെ ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ ഏതെങ്കിലും ഒരു ശ്രീല പ്രഭാതങ്ങളെ പോലുള്ള ഒരു ആധ്യാത്മിക ഗുരുവിനെ അനുസരിച്ചാൽ മാത്രം നമുക്ക് ആ വഴി തെളിഞ്ഞു കിട്ടും, തിരിച്ചു പോകാം. അങ്ങനെ ഒരു ആധ്യാത്മിക ഗുരുവായിരുന്നു ആര്? യേശു. അത് ഏറ്റവും ഇന്നത്തെ ശ്ലോകത്തിൽ ഏറ്റവും ലാസ്റ്റ് എന്ത് പറയൂ. അതെ, തന്റെ സ്വാഭാവിക അവസ്ഥ മറന്നുപോയ അണുമാത്രനായ ജീവാത്മാവ് അതുകൊണ്ട് അദ്ദേഹത്തിന് കൃഷ്ണനിൽ അഥവാ കൃഷ്ണന്റെ വിശ്വസയോഗ്യനായ പ്രതിനിധിയാൽ ഉദ്ഭുതനാകേണ്ടിയിരിക്കുന്നു. അല്ലെ? തിരിച്ചു പോകണമെങ്കിൽ ഒരു ഗുരുവിന്റെ ഉപദേശത്തോടു കൂടി നമ്മൾ മറന്നുപോയ കാര്യങ്ങളെല്ലാം ഓർത്ത് ഭഗവാനായിട്ടുള്ള കണക്ഷൻ റീകണക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത് മാത്രമേ ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റൂ, അല്ലെങ്കിലും മരിക്കും. പക്ഷെ പോയത് എവിടെ ആയിരിക്കില്ല? കൃഷ്ണന്റെ അടുത്ത്. അപ്പോ സ്വർഗം, നരകം, ഭൂമി എന്നുള്ള 3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ യേശു ക്രിസ്തു പറഞ്ഞത് നമ്മുടെ 3-ാം ഭാര്യയെ കുറിച്ച് മാത്രമുള്ള അറിവാണ്. 4-ാമത്തെ ഭാര്യയെ കുറിച്ചുള്ള അറിവ് അദ്ദേഹം പറഞ്ഞില്ല. ഈ 14 ലോകത്തിലെ നടുക്കത്തെ 3 ഗ്രഹങ്ങളെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നാൽ പുണ്യപ്രവൃത്തി ചെയ്താൽ മാക്സിമം നമുക്ക് ഈ 14 ലോകത്തിലെ ബ്രഹ്മലോകം വരെ പോകാനേ പറ്റൂ. എന്നാൽ ആരോഗ്യ ലോകം ഉണ്ട് എന്നൊരു ക്ലൂ മാത്രം അദ്ദേഹം പറഞ്ഞു. പക്ഷെ അവിടെ പോകാനുള്ള വഴി ആര് പറഞ്ഞു തന്നിട്ടില്ല? യേശു ക്രിസ്തു പറഞ്ഞു. അത് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഏത് വായിക്കേണ്ടിയിരിക്കുന്നു? ശ്രീമദ് ഭഗവത്ഗീത വായിക്കേണ്ടിയിരിക്കുന്നു, ശ്രീമദ് ഭാഗവത് വായിക്കുന്നു. ബൈബിൾ സംസാരിക്കുന്നത് പുണ്യപ്രവൃത്തി ചെയ്താൽ എവിടെ പോകാം. 3-ാമത്തെ ഭാര്യയുടെ കൂടെ കൂടുതൽ നേരം അസോസിയേറ്റ് ചെയ്താൽ ഈ 14 ലോകത്തിന്റെ നടുക്കത്തെ 3 ലോകത്തിൽ പോകാം. സ്വർഗം, നരകം, ഭൂമി. എന്നാൽ സ്വർഗത്തിന് മുകളിൽ ഭൂലോകം, ഭുവർലോകം, പറയൂ, സ്വർലോകം, അഹർലോകം, ജനോലോകം, തപോലോകം, ബ്രഹ്മലോകം എന്നിങ്ങനെ 7 ഗ്രഹങ്ങളുണ്ട്. ഭൂമിക്ക് താഴെ എത്ര ഗ്രഹങ്ങളുണ്ട്? അതളം, തലാതളം, രസാതളം, പാതാളം എന്നിങ്ങനെ ഭൂമിക്ക് താഴെ ഗ്രഹങ്ങളുണ്ട്. ഈ ഗ്രഹങ്ങളിലെ മധ്യമ ലോകമായ ഭൂമിയും അതിന് തൊട്ട് മേളത്തെ സ്വർഗലോകവും അതിന് തൊട്ട് താഴത്തെ നരകലോകവും മാത്രമേ ബൈബിളിൽ വർണ്ണിച്ചിട്ടുള്ളൂ. അതിനുപരിയും സംഭവമുണ്ട്. മടയാൻ അങ്ങനെ തന്നെ വിളിച്ചു. അങ്ങനെ മടയാൻ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല, അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നീ ഇത്രയെങ്കിലും ചെയ്യും. 1-ാം ക്ലാസ്സിലെ സിലബസ് അത്ര മതി. പക്ഷെ PhDക്ക് അത് പോരാ. PhD ആണ് ഭഗവത്ഗീത ഭാഗവത്യാദി ഗ്രന്ഥം. കാരണം എന്ത്? ഈ 14 ലോകത്തിനെ കുറിച്ചും പറയുന്നുണ്ട്, അതിലുള്ള ആധ്യാത്മിക ലോകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അതിന്റെ കേന്ദ്ര ബിന്ദുവായ ഗോലോക വൃന്ദാവന ധാമത്തിനെ കുറിച്ച് പറയും. അപ്പൊ അത്രയും കൂടുതൽ ഡീറ്റെയിൽ സ്റ്റഡി നമുക്ക് കിട്ടണമെങ്കിൽ ഈ വിഷയത്തിനെ കുറിച്ച് നമ്മൾ ഭാഗവത ഭഗവത്ഗീത ഗ്രന്ഥങ്ങളെ പഠിക്കേണ്ടിയിരിക്കും. അപ്പോ ഇന്നത്തെ ലോകത്തിൽ പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു സമാധാനം തരുന്ന ഒരു ശ്ലോകമാണ്. മരണം എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്കുണ്ടായിരുന്ന ഒരു ചിന്താഗതി മൊത്തം മരണം യാഥാർത്ഥ്യമാണ്, സംഭവിച്ചേ പറ്റൂ, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ശ്ലോകത്തിലൂടെയാണ്. മരിച്ച ആൾക്കാർ എന്നേക്കുമായി നമ്മളെ വിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്നതിനേക്കാളും അവർ എവിടെയോ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയുമ്പോൾ നമുക്കൊരു സമാധാനം. ഇന്നത്തെ ശ്ലോകം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ശ്ലോകം എന്താണ്? ആത്മാവിന് ഒരിക്കലും ജനന മരണങ്ങളില്ല. അത് ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നില്ല, ഭാവിയിൽ ഉണ്ടാവുകയില്ല. അജനും നിത്യനും സാക്ഷനും പ്രാചീനനുമാണത്. ശരീരം നശിക്കുമ്പോൾ അതിന് മരണമില്ല. ഇപ്പൊ നമ്മുടെ കൂടെ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ആത്മാവ് ഈ ശരീരം ഉപേക്ഷിച്ച് തന്നെ ഉള്ളൂ. പക്ഷെ നമ്മൾ സ്നേഹിച്ച വ്യക്തി ഇപ്പോഴും ഈ ലോകത്ത് എവിടെയോ ഉണ്ട്. അത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമല്ലേ? അല്ലേ? ആണല്ലേ? സന്തോഷം. അതെങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഗൾഫിൽ നിന്ന് ഇഷ്ടം പോലെ പൈസ ഉണ്ടായി, എന്നിട്ട് അവർ നാട്ടിലൊരു വീട് മേടിച്ചു. എന്നിട്ട് നാട്ടിൽ വരുന്നേ ഇല്ല. ഇപ്പോഴും എവിടെയാണ്? ഗൾഫിലാണ്. അവരുടെ മനസ്സിൽ എന്തുണ്ട്? എനിക്കൊരു വീടുണ്ട്. അത് എവിടെയാണ്? അത് നാട്ടിലാണ്. ഇപ്പൊ ആള് താമസിക്കുന്ന എവിടെയാണ്? അവിടുത്തെ ലോഡ്ജിലാണ്. മേളിൽ ഒരാൾ, താഴെ ഉള്ളത് അതിന് താഴെ. അവിടെയാണ് ഇപ്പോഴും കിടക്കുന്നത്.
കേൾക്കുന്നുണ്ടോ? ഈ ഉണ്ടാക്കുന്ന പൈസയെല്ലാം നാട്ടിൽ അയച്ച് നാട്ടിലൊരു വീടുണ്ട്. അപ്പൊ എന്നാൽ അതിന്റെ മനസ്സിലെന്താണ്? എനിക്കൊരു വീടുണ്ടല്ലോ, ശരിയല്ലേ? എന്നതുപോലെ നമ്മുടെ വിട്ട് ആരെങ്കിലും ഒരാൾ മരണമടഞ്ഞാലും നമുക്കൊന്ന് സമാധാനിക്കാം. എന്താണ്? എന്റെ അടുത്തല്ല ആ വീടുണ്ടെങ്കിലും നാട്ടിൽ ആ വീടുണ്ട് എന്നതുപോലെ ഞാൻ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്റെ അടുത്തില്ലെങ്കിലും ഇപ്പൊ എവിടെയുണ്ട്? എവിടെയോ ഏതോ ഒരു ശരീരത്തിൽ ഇപ്പോഴും ഉണ്ട് എന്ന് സന്തോഷിക്കും. ശരിയല്ലേ? നമ്മുടെ അടുത്തുനിന്ന് പോയി, പക്ഷെ എവിടെയോ ഉണ്ട്, ഞാൻ സന്തോഷിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മരണപ്പെട്ടാൽ നമ്മൾ എവിടെയാണ് പോകണമെന്നാണ് നമുക്കറിയാം. നമ്മളെ വിട്ടുപോയ ആൾക്കാർ എവിടെയോ ഉണ്ടെന്ന് മനസ്സിലായി നമുക്ക് സമാധാനിക്കാം. അപ്പൊ നമ്മുടെ വിഷയം വരുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടോ ഇല്ലയോ പറയും. എങ്ങോട്ടാണ് പോകുന്നത്? പോയവരാരും പറഞ്ഞിട്ടില്ല. ഉള്ള ആൾക്കാർക്ക് അല്ലെ അതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്താമെങ്കിൽ ആധികാരികമായ സ്രോതസ്സിൽ നിന്ന് മാത്രമേ നമുക്ക് അതിന് ആൻസർ കണ്ടെത്താൻ പറ്റൂ. ഈ പോയവർ വന്ന് ചർച്ച ചെയ്ത് ഇതിന് ആൻസർ കിട്ടാൻ പോകുന്നില്ല, അല്ലെ? അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ബൈബിൾ എന്ത് പറയും, ഖുറാൻ എന്ത് പറയും, സിഖ് മതം എന്ത് പറയും, അല്ലെ, ജൈനമതം എന്ത് പറയും, അതേപോലെ ജൈനമതം, സിഖ് മതം, ബുദ്ധമതം എന്ത് പറയും, നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്ത് പറയും, ഇതാണ് നമുക്കിനി നോക്കാൻ പറ്റുന്നത്. കാരണം ജീവിച്ചിരിക്കുന്ന ആൾക്കാര് തരുന്നതിനേക്കാളും കൂടുതൽ ഇൻഫർമേഷൻ ഏന്ന് കിട്ടുന്നുണ്ട്, ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടുന്നു. അപ്പൊ സത്യസന്ധമായ ഒരു സത്യാന്വേഷണം, ആഫ്റ്റർ ഡെത്ത് എന്താണെന്ന് അന്വേഷിക്കുന്ന ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാരെ പയ്യന്മാര്, പുതുക്കമലായ നമ്മളടക്കം ഈ വിഷയത്തിനെ കുറിച്ച് റിസർച്ച് നടത്തി കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മൾ ബൈബിൾ വായിക്കണം. അതിനകത്ത് മരണത്തിനെ കുറിച്ച് പറയുന്ന, ആഫ്റ്റർ ഡെത്തിനെ കുറിച്ച് പറയുന്ന ശ്ലോകങ്ങൾ നമ്മൾ തപ്പിയെടുക്കണം. ഞാൻ കുറെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഈ വിഷയത്തിനെ കുറിച്ച് ഏറ്റവും ഇൻഫർമേഷൻ കളക്ട് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ വിഷയത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അത് ഉണ്ടാക്കാതെ മരിക്കുന്ന വ്യക്തി ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ്. ഏറ്റവും വലിയ വിഡ്ഢിയാണ്. കാർച്ചക്കർ പ്രഭു ഒരു ക്ലാസ്സിൽ പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ളക്കാരൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ളക്കാരൻ? പറയും. ഏറ്റവും വലിയ കൊള്ളക്കാരൻ നമ്മൾ വിചാരിച്ചിട്ട് നമ്മുടെ സ്വത്ത് അടിച്ചുകൊണ്ട് പോകുന്ന ആളാണ്. അല്ല, സ്വത്ത് അടിച്ചുകൊണ്ട് പോയ ആൾ അത്രയും വലിയ കൊള്ളക്കാരൻ അല്ല. ഏറ്റവും വലിയ കൊള്ളക്കാരൻ യമരാജനാണ്. അദ്ദേഹം നമ്മുടെ സ്വത്തൊന്നും തൊടുന്നില്ല, നമ്മളതിനെ പിടിക്കും. നമ്മുടെ ശരീരത്തിനെയും തൊടൂല, നമ്മളാകുന്ന ആത്മാവിനെ തൂക്കിക്കൊണ്ട് പോയി ബാക്കി എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ആലോചിച്ചു നമ്മുടെ അതായത് ഒരു കൊള്ളക്കാരൻ വന്ന് നമ്മളെ തന്നെ അടിച്ചുകൊണ്ട് പോയി നമ്മൾ അയാളുടെ കൊണ്ടുപോയി കെട്ടിയിട്ടിരുന്നുള്ള അവസ്ഥ ആലോചിച്ചു. അപ്പൊ നമ്മൾ എന്താ ആലോചിക്കും? അയ്യോ, എന്റെ സ്വത്തെല്ലാം എടുത്തുകൊണ്ട് പോയി എന്നെ മാത്രം ഒന്ന് വിട്ടിരുന്നാൽ മതിയായിരുന്നു, ഞാൻ വല്ല സ്ഥലത്ത് വെള്ളവും കുടിച്ച് ആത്മഹത്യ പോയി ജീവിച്ചോ, എന്റെ സ്വത്തെല്ലാം എടുത്തോന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ശരിയല്ലേ? യമരാജൻ ചെയ്യുന്നത് സ്വത്തൊന്നും എടുക്കില്ല, നമ്മളതിനെ കുറിച്ച്. ബിന്ദുമതി മാതിരിയുടെ രാവിലത്തെ മോർണിംഗ് ഭാഗം ക്ലാസ്സിൽ ഒരു വർണ്ണന നടത്തി, പേടിച്ചു പോയി കേട്ടോ. എന്താണ് വർണ്ണന? യമരാജന്റെ കിങ്കരന്മാര് നമ്മളെ എങ്ങനെ വലിക്കുമെന്നൊരു സൂപ്പർ വർണ്ണന കേട്ട് നെഞ്ച് അറ്റാക്ക് വന്നില്ലെന്നേ ഉള്ളൂ. എന്താണ് പറഞ്ഞത്? യമരാജന്റെ 3 കിങ്കരന്മാര് വരും സമയമാകും, വന്നിട്ട് ഒരാൾ ഈ സൈഡിന് വലിക്കും, ഒരാൾ ഈ സൈഡിന് വലിക്കും, ഒരാൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള 9 ദ്വാരങ്ങളിലൂടെ ഈ ആത്മാവിനെ സ്വതന്ത്രമാക്കാൻ വേണ്ടി 3 പേരിരുന്ന് മാക്കെന്ന് നമ്മളെ വലിക്കും. എങ്ങനെ വലിക്കും അതുകൂടെ മനസ്സിലാക്കുക. ആ 3 ആൾക്കാർ ആരുടെ പ്രതിനിധികളാണെന്നും കൂടെ പറഞ്ഞു. ഒന്ന് നമ്മുടെ മനസ്സിന്റെ പ്രതിനിധിയായിട്ട് ഒരു യമകിങ്കരൻ വരും, ഒന്ന് നമ്മുടെ വാക്കിന്റെ പ്രതിനിധിയായിട്ട് ഒരു യമകിങ്കരൻ വരും, ഒന്ന് നമ്മുടെ പ്രവൃത്തിയുടെ പ്രതിനിധിയായി ഒരു യമകിങ്കരൻ വരും. മനസ്സാ വാചാ കർമ്മണ, കേട്ടിട്ടുണ്ടോ? മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ചെയ്ത എല്ലാ പാപത്തിന്റെ കണക്ക് ബുക്കും കൊണ്ടാണ് ഇവരെ വന്ന് നമ്മളെ ഈ വലി വലിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും ഇസഡ് പ്രയറുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ 13 പ്രധാനപ്പെട്ട പ്രയർ ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. അതിൽ ബ്രഹ്മാവിന്റെ പ്രയറുണ്ട്, പ്രഹ്ലാദന്റെ പ്രയറുണ്ട്, കുന്തിദേവിയുടെ പ്രയറുണ്ട്, ഭീഷ്മദേവന്റെ പ്രയറുണ്ട്. പക്ഷെ എല്ലാ പ്രയറിലും കോമൺ ആയിട്ട് ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഭഗവാനെ എന്റെ മനസ്സുകൊണ്ട്, ഭഗവാനെ എന്റെ വാക്കുകൊണ്ട്, ഭഗവാനെ എന്റെ പ്രവൃത്തി കൊണ്ട് എനിക്ക് അങ്ങയുടെ സേവനത്തിൽ ഏർപ്പെടാൻ എനിക്ക് കഴിയണം. ഇതാണ് പ്രാർത്ഥന. എല്ലാ പ്രാർത്ഥനയിലും ഈ 3 കാര്യം പറയും. ഈ 3 കാര്യത്തിനെ കൊണ്ട് കൃഷ്ണസേവനം ചെയ്യുന്നവർക്ക് ഈ 3 യമകിങ്കരന്മാരുടെ വലി വേണ്ടി വരും. ആ മാധവ ക്ലാസ്സിൽ പറഞ്ഞു, യമകിങ്കരന്മാർ വരുന്നത് ഭക്തന്മാർക്ക് വേണ്ടി അല്ല, ആർക്ക് വേണ്ടിയാണ്? ദുഷ്ടന്മാർക്ക് വേണ്ടിയാണ്.
അവർ ഈ മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് പ്രവർത്തിക്കൊണ്ട് പാപം ചെയ്തുകൊണ്ടാണ് ആ കണക്ക് ബുക്കും കൊണ്ട് ഇവര് അവരെ വലിച്ചെടുക്കാൻ ഈ 9 ദ്വാരത്തിലൂടെ വലിക്കാൻ വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വടംവലിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? വടംവലി ഓണം എന്ന് പറഞ്ഞാൽ വടം വലിക്കണം. ഈ മഹാബലി ആരോ വാമന ആർക്കും അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ വടംവലി ഇല്ലാതെ ഓണം പോകില്ല. ഇതാണ് അവസ്ഥ. ഈ വടംവലിയില് ഒരു ടീം ഇങ്ങോട്ട് വലിക്കും അല്ലേ, ഒരു ടീം അങ്ങോട്ട് വലിക്കും അല്ലേ. നിങ്ങൾ പുതിയൊരു വടംവലി മനസ്സിൽ കാണുക. ആ 2 വടവും വലിക്കുന്ന ആൾക്കാര് വടം വലിക്കുന്നതിന്റെ കയറ് നമ്മുടെ ഒരു കൈ ഇവിടെയാണ് കെട്ടിയിരിക്കുന്നത്. വേറൊരു ടീം വലിക്കുന്നത് വടത്തിന്റെ ഒരു കൈ ഇവിടെയും കെട്ടിയിട്ടുണ്ട്. ചിന്തിക്കൂ എങ്ങനെ ഇരിക്കും. നിങ്ങളാണ് ഇങ്ങനെ, ഇവിടുന്നും വലിയുണ്ട് അവിടെ നിന്ന് വലിയുണ്ട്, 2 പേര് കെട്ടിയിരിക്കുന്നത് നിങ്ങളുടെ കയ്യില്. ആ വടംവലി നിങ്ങൾ ആസ്വദിക്കോ? വേദനിക്കൂലേ? അതിന്റെ കൂടെ തലയിലും കൂടെ ഒരു കയറ് കെട്ടി മൂന്നാമത്തെ ഒരാൾ വലിക്കും. ഇത് മനസ്സാ, ഇത് വാച, ഇത് കർമ്മണ. ഈ 3 ഏവകുമ്പോൾ നല്ല ശക്തന്മാരാണ്. വലിച്ച ആൾ ആ വേദന എങ്ങനെ ഇരിക്കുന്ന ആലോചിച്ച് നോക്കും. കൊള്ളാമോ? വടംവലി എങ്ങനെയുണ്ട്? കൊള്ളാം. ഈ 3 പേരും കൂടെ ഈ വലിക്കുന്ന വലിയില് നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഈ ആത്മാവുണ്ടല്ലോ, അത് ഏതെങ്കിലും ഒരു സ്ഥലത്തിലൂടെ ഇറങ്ങി പോണം. അതുവരെ ഈ വലിയുണ്ട്. കണ്ണിലൂടെ വേണമെങ്കിലും ഇറങ്ങിപ്പോവാം, മൂക്കിലൂടെ ഇറങ്ങിപ്പോവാം. അറിയാലോ, നവദ്വാരങ്ങളുണ്ട്. എവിടെ വേണം ഇറങ്ങി. ചില ആൾക്കാർ മരിക്കുമ്പോൾ കണ്ണ് തുറന്നിരിക്കും അല്ലേ, കണ്ണിലൂടെ പോയി. അങ്ങനെ പല ദ്വാരത്തിലൂടെ ഇറങ്ങിപ്പോവാം. പക്ഷെ ഈ ആത്മാവിന്റെ ശാസ്ത്രം അറിഞ്ഞിടാത്തത് കൊണ്ട് ശരീരമാണ് ഞാൻ എന്നുള്ള ബോധത്തില് ഇറങ്ങിപ്പോവാൻ മടിച്ച് തിരിച്ചിങ്ങോട്ട് വലിക്കും. ഈ തിരിച്ചുള്ള വലിവുണ്ടല്ലോ, ഈ തിരിച്ചുള്ള വലിവ് ഇരിക്കുന്നിടത്തോളം കാലം വേദന കൂടും. അങ്ങനെ പാപം ചെയ്ത ആത്മാവ് ആ മരണസമയത്ത് ഒരുപാട് വേദന അനുഭവിച്ച് മാത്രമേ ആ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുള്ളൂ. ആരെ ജയിക്കത്തുള്ളൂ? അവിടെ വളം വലിച്ച് ആരും ജയിക്കാനാ? ആരും ജയിക്കൂല, അവരെ ജയിക്കൂ. പക്ഷെ അവർക്ക് തോന്നും പോലെ വലിക്കും. അതുവരെ നമ്മൾ അനുഭവിക്കണം ഈ വേദന. ഫലത്തിൽ ആ വേദനയോട് ഉപമിക്കാൻ പറ്റുന്ന വേദനയായിട്ട് ശാസ്ത്രത്തിൽ കാണപ്പെടുന്നത് 1000 തേള് ഒരുമിച്ച് കടിച്ച ശരീരത്തിനുണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ലോ, അതുപോലെ ഇരിക്കും. നല്ല സമയം ഒരു തേള് നമ്മളെ കടിച്ചിട്ടില്ല. അത് കാണുമ്പോഴേ നമുക്ക് പേടിയാണ് അല്ലെ. അതൊരു 1000 പേര് വന്ന് കടിച്ചാലുള്ള സീൻ. അത് അത്രയ്ക്ക് വേദന ഒരു സമയത്ത് നമ്മൾ അനുഭവിച്ചാണ് ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോകുന്നത്. ആർക്ക്? പാപം ചെയ്ത. എന്നാൽ ഭക്തന്മാർക്ക് അങ്ങനല്ല. അപ്പോ എങ്ങനെയെങ്കിലും അവർക്ക് അങ്ങനല്ല. അവർക്ക് ആത്മാവും ശരീരം വേറെ വേറെയാണ് അവർ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു സീന് സംജാതാകുമ്പോ അവർ എന്താവണം, റെഡിയാവും. മനസ്സാലെ ശരീരം വിട്ടുകൊടുക്കാൻ ആര് തയ്യാറാണ്? ഭക്തന്മാര് തയ്യാറ്. അതിനാണ് സന്യാസം എന്ന് പറയുന്നത്. സന്യാസം എന്ന വാക്കിന് അർത്ഥം കാഷായം എന്നല്ല. അതായത് പ്രകൃതിയാൽ തന്നെ നമുക്കുള്ളതെല്ലാം ഭഗവാൻ തിരിച്ചെടുക്കാൻ തീരുമാനിക്കുമ്പോൾ പ്രകൃതി ബലം പ്രയോഗിച്ച് നമ്മളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന മാനസിക അവസ്ഥയെയാണ് സന്യാസം എന്ന് പറയുന്നത്. ഈവൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ശരീരം പോലും. അതാണ് സന്യാസം. അങ്ങനെയുള്ള മാനസികാവസ്ഥ എത്തിയ ഒരു സമയത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ സംജാതമാകുമ്പോൾ അത് എന്ത് പറയും? ഞാൻ വരാൻ റെഡിയാണ്. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആരെയാണ്? സഹകരിക്കാത്തവരെ വിലങ്ങ് വയ്ക്കത്തുള്ളൂ അല്ലെ. സഹകരിക്കുന്നവരെ ഡീസന്റ് ആയിട്ട് വിളിച്ചോണ്ട് പോകും. ഈ ഡീസന്റ് പാർട്ടി അല്ലാത്തുള്ളവർക്കാണ് വടംവലിയുടെ ആവശ്യമുള്ളത്. നമ്മൾ ഭക്തന്മാര് ഡീസന്റ് കൊണ്ടുപോകണം, കൊണ്ടുപോയിക്കോളൂ, ഞാൻ വരെ എന്നേ റെഡി. അങ്ങനെ നമ്മൾ നൈസായി വിലങ്ങ് വയ്ക്കാതിരിക്കാൻ ഇറങ്ങിപ്പോകും. അതുകൊണ്ട് ആ സമയത്ത് ഭക്തന്മാർക്ക് പൊതുവേ മരണം വേദനിക്കില്ല എന്നും കൂടെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അറ്റ്ലീസ്റ്റ് അതിനു വേണ്ടിയെങ്കിലും നമ്മൾ ഡീസന്റ് ആവേണ്ടതുണ്ട്, ഭക്തന്മാരാവേണ്ടത്. പക്ഷെ അവിടെ അങ്ങനെ വരുന്നവർക്ക് ഒരു പ്രശ്നമുണ്ട് കേട്ടോ. എന്താണ്? ബ്ലാക്കേഴ്സിന്റെ ജോലി. ഡീസന്റ് പാർട്ടികളുടെ ഇടയിൽ ബ്ലാക്കേഴ്സിന് എന്ത് ജോലി? ബ്ലാക്കേഴ്സ് പറഞ്ഞാൽ ഒരു നല്ല സൂപ്പർ മിഷൻ ഉണ്ടെങ്കിലേ ബ്ലാക്കേഴ്സിന്റെ ആവശ്യമുള്ളൂ അല്ലെ. ബ്ലാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് നല്ലൊരു സൂപ്പർ മിഷൻ ആയിരിക്കണം. ഇപ്പൊ പാർലമെന്റിന്റെ ചുറ്റും വെടിവെച്ചു, അവിടെ ബ്ലാക്കേഴ്സ് അവിടെ ആവശ്യമുണ്ട്. പോലീസുകാരന്മാർ അവിടെ വരേണ്ട ആവശ്യത്തിന് അവിടെ ബ്ലാക്കേഴ്സ് വേണം. ബ്ലാക്കേഴ്സ് പറഞ്ഞെങ്കിൽ അത്രയ്ക്കും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ യമകിങ്കരന്മാർ വരും. പാവകളുടെ അടുത്ത് മാത്രമേ ആര് വരുള്ളൂ? യമകിങ്കരന്മാർ. ഭക്തന്മാർ ഞങ്ങൾ എന്തിനു വരണം? ഉടനെ അവർ മാറി നിൽക്കും. പകരം അവരെ കൊണ്ടുപോകുന്ന ആരെന്നറിയാം? അവരെ കൊണ്ടുപോകാൻ വേറെ ആവും. ടീം വേറെയാണ് കേട്ടോ. അതിനുള്ള ടീം വേറെ. ആരാണത്? ഈ ടീം വരൂല, ഈ ടീമേ വരും. അത് നിങ്ങൾ നോക്ക്, എന്നിട്ട് പറ ഏത് കൊള്ളാം.
അയ്യോ, ഇത് കാണാൻ തന്നെ പേടി വരും. ഇത് എന്താ രസം, എന്താ അഴക്, എന്താ ചന്തം. വൈകുണ്ഠ ദൂതന്മാര് വന്ന് എങ്ങനെ കൊണ്ടുപോകും? പുഷ്പക വിമാനത്തിൽ കൊണ്ടുപോകും. വിമാനത്തിലാണ് പോണത്. ധ്രുവ മഹാരാജാവ് പോയപ്പോ തൊട്ടപ്പുറത്തോട്ട് വേറൊരു വിമാനം പോകണം. ആരും നോക്കിയപ്പോ അമ്മ പോകണം. മോൻ പോയപ്പോ അമ്മയെ അതിനു മുമ്പേ കൊണ്ടുപോയി വെള്ളം. ആ ലെവലിലാണ് കൊണ്ടുപോയി. പുഷ്പവിമാനത്തിൽ ഇരിക്കണം. ഇവിടെ ഇങ്ങനെ കൊണ്ടുപോകും. 3 കയറ്, തലയില് കയ്യില്. ഇവിടുന്ന് വലിയ അവിടുന്ന് ഒരു തലയിൽ. മനസ്സാ വാച കർമ്മണ അന്ന് നമ്മൾ ഓർക്കും. മനസ്സായി ചെയ്ത പാവം നമ്മൾ ഓർക്കും, വാക്കുകൊണ്ട് ചെയ്ത പാവം ഓർക്കും, പ്രവൃത്തി കൊണ്ട് ചെയ്ത പാവം, അതെല്ലാം ഓർക്കണം. ഓരോ വരിയിലും ജനിച്ച് വീണ മുതൽ ചെയ്ത ഈ 3 പാവങ്ങളും ഓർക്കണം. എന്നിട്ട് വേറെ ഉണ്ട്. ഈ ശരീരം എടുത്തുകൊണ്ട് പോയി യാതനാ ശരീരം എന്ന് പറഞ്ഞൊരു സാധനം തെറ്റി. ഇപ്പോഴുള്ള ശരീരത്തിന്റെ പേരെന്താ? മരണത്തോടുകൂടി തീർന്നു, സംഭവം തീർന്നു. പിന്നെ തരണ സാധനം യാതനാ ശരീരം. യാതനാ ശരീരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് അറിയാമോ? ആൾക്കാര് ഇവിടെ വേണ്ട വിധം ഹാപ്പി അല്ല, ഉടനെ ആത്മഹത്യ. ഞാൻ ആത്മഹത്യ ചെയ്തു. പക്ഷെ ആത്മഹത്യ ചെയ്തുകൊണ്ട് വിഷയം സോൾവ് ആവുന്നില്ല, വിഷയം തുടങ്ങുന്നതേ ഉള്ളൂ. പിന്നെ കിട്ടുന്ന ശരീരം യാതനാ ശരീരമാണ്. യാതനാ ശരീരത്തിന്റെ പ്രത്യേകത എന്ന് അറിയാമോ? ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട മരണവേദന തീർന്നല്ലോ, വേർപെടൂല. കൈ വെട്ടിയിട്ട കയ്യും കിടന്ന് പറിക്കും, ശരീരം കിടന്ന് പറിക്കും. രണ്ടും പഠിച്ചോണ്ടേയിരിക്കും. മരിച്ചാലേ നിൽക്കത്തുള്ളൂ. ഇത് ആ സൈസ് ഇല്ല. അങ്ങനത്തെ കുറച്ചുകൂടി കൂടിയ ശരീരത്തിന്റെ പേരാണ് യാതനാ ശരീരം. യാതനാ ശരീരത്തിൽ പോയി കഴിഞ്ഞാൽ ഈ വേദന കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ മരണത്തോടു കൂടി ആ വേദന നിൽക്കുമല്ലോ, നിൽക്കൂല. ആ യാതന, അതിന്റെ പേര് മനസ്സിലാക്കൂ. പേരെന്താ? ശരീരത്തിന്റെ പേര് യാതനാ ശരീരം എന്നാണ്. ആ യാതനാ ശരീരത്തിൽ നിന്നുകൊണ്ട് സുഖം അന്വേഷിക്കാൻ പറ്റുമോ? യാതനയ്ക്ക് വേണ്ടി തരപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ശരീരത്തിൽ നിന്ന് നമ്മൾ കൂടുതൽ വേദനിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ആത്മഹത്യ ചെയ്യരുത്. യാതനാ ശരീരമായിരിക്കും അതിനുശേഷം കിട്ടുന്നത്. അത് വളരെ ദ്രോഹമാണ്. ആത്മഹത്യ എന്നുള്ള ഒരു സാധനം ചെയ്താലും മരിച്ചില്ലെങ്കിലും പ്രശ്നമാണ്, അറിയാം. അതോടെ പറഞ്ഞു. ആ ആത്മഹത്യ ചെയ്ത ആളിനെ പോലീസ് പിടിച്ചോണ്ട് പോകും. കാരണം അറിയാമോ? ആത്മഹത്യ ചെയ്ത് ചത്തില്ല. ആത്മഹത്യ ചെയ്യാനുള്ള റൈറ്റ് നിങ്ങൾക്കില്ല. കട ജയിലിൽ തൂക്കിയെടുത്ത് അവരെ കൊണ്ട്. കാരണം എന്ത്? മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അയാളെ കൊല്ലാനുള്ള അധികാരം ആർക്കേ ഉള്ളൂ? ഭഗവാനേ ഉള്ളൂ. അത് നമ്മളെ തന്നെ കൊല്ലാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ആര് കൊണ്ടുപോകും? ഇവിടത്തെ പോലീസ് കൊണ്ടുപോകും. മരിച്ചാൽ അവിടുത്തെ പോലീസ് കൊണ്ടുപോകും. ഞങ്ങൾ വരാതെ ഞങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ എന്തിനു ചെയ്തു? വാ നമ്മുടെ നാട്ടിൽ വാ. അവിടെ വന്ന് യാതനാ ശരീരത്തെ, അവിടെ ഇനി ഇല്ലാത്ത യാതനയെല്ലാം അതറിയണമെങ്കിൽ നിങ്ങൾ അന്യൻ സിനിമ കണ്ടാവും. ചെറിയൊരു ടിപ്പ് അതിന് കിട്ടും കേട്ടോ. അന്യൻ സിനിമ കണ്ടിട്ടുള്ളവരുടെ കൈപ്പറ്റി സത്യസന്ധമായി പറയാം, കള്ളത്തിനൊന്നും പറയാം. എല്ലാവരും തിരിച്ചറിഞ്ഞ് അറിഞ്ഞില്ലെങ്കിലും എല്ലാവരും കണ്ടു കാണും. എനിക്കിഷ്ടമാണ്, ഞാൻ കണ്ടു കേട്ടോ. ആ അന്യൻ സിനിമയില് ഗാരുഡ പുരാണം കേൾക്കുമ്പോഴേ പേടിയാവും കേട്ടോ. കുമ്പി, പാപം, പിന്നെ കുറെ നരകത്തിന്റെ പേര് അവര് എടുത്ത് പറയും. സത്യം പറയാം, കേട്ട പേടിച്ചു പോയി. അങ്ങനെയുള്ള നരകത്തിന്റെ മനോഹരമായ വർണ്ണന കേൾക്കണമെങ്കിൽ നമ്മൾ ഗരുഡ പുരാണം കുറച്ചെങ്കിലും വായിക്കും. ശ്രീമദ് ഭാഗവതത്തിലും ഉണ്ട് നരകവർണ്ണന. ഇതൊക്കെ നമ്മൾ വായിച്ചിട്ട് നമ്മൾ തീരുമാനിക്കണം. നമ്മൾ ഈ ഭൗതിക മനുഷ്യ ശരീരത്തിൽ നിന്ന് എന്തൊക്കെ ചെയ്യണം നമ്മൾ തീരുമാനിക്കണം. മനുഷ്യ ശരീരത്തിന്റെ മഹിമ മനസ്സിലാക്കണമെങ്കിൽ ഈ നരകമൊക്കെ ഒന്ന് വായിച്ചു നോക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു ലെക്ചർ ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, ഒരു IAS ഉദ്യോഗസ്ഥൻ അലക്സാണ്ടർ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയാണ് ബേസിക്കലി. അദ്ദേഹം റിട്ടയർഡ്. അദ്ദേഹം ബൈബിളിനകത്തുള്ള നരകത്തിനെ കുറിച്ച് വളരെ ഡീസന്റ് ആയിട്ട് എഴുതി പഠിച്ചിട്ടുണ്ട്. ഭാഗവതത്തിനെയും ഗരുഡ പുരാണത്തിനെയും നരകത്തിനെ കുറിച്ച് എഴുതി പഠിച്ചിട്ടുണ്ട്. ഖുറാനിൽ നിന്ന് നരകവർണ്ണനയെ കുറിച്ച് എഴുതി പഠിച്ചു. കേൾക്കുന്നുണ്ടോ? നരകത്തിനെ കുറിച്ച് ഒരു റിസർച്ച് നടത്തിയ വ്യക്തിയാണ്. ആലോചിച്ചോളാം. ചെറിയ കാര്യം. നമുക്ക് എന്തുകൊണ്ട് അതിന് ചെയ്തുകൂടാം? മനസ്സിലായി? ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെന്ന് എല്ലാ ധർമ്മശാസ്ത്രങ്ങളും ഒരുപോലെ പറയുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു റിസർച്ച് എന്തുകൊണ്ട് നമ്മൾ നടത്തിക്കൂടാം? അങ്ങനെ 28 മെയിൻ നരകവും 84 ടൈപ്പ് ഓഫ് ഡിഫറെന്റ് നരകവുമാണ്. ഇതിനകത്തൊക്കെ എന്താണ് നടക്കുന്നത് നമുക്ക് അറിയണ്ടേ? നമുക്ക് ആഗ്രഹം അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കണമെന്ന് അറിയാനാണ്. നമ്മൾ പോണ സ്ഥലത്തിനെ കുറിച്ചുള്ള അറിവ് നേരത്തെ സമ്പാദിക്കാൻ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? ക്ഷമിക്കണം കേട്ടോ, എല്ലാവരും നരകത്തിലല്ല പോണം സംഭവിച്ചു വൈകിട്ടവാസികളും കാണുന്നതിനകത്ത്. എന്നാലും കൂടുതലും പോകാൻ നമ്മുടെ പ്രവർത്തനം വെച്ച് നോക്കുമ്പോൾ
നമ്മൾ പോകാൻ പോണ സ്ഥലം. അപ്പൊ നമ്മള് ദ്വാരകാ, ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്ത് വന്നുകൊണ്ടിരുന്നപ്പോ കുറെ ആൾക്കാര് ഇവിടുന്ന് കയറി, കോയമ്പത്തൂരിൽ നിന്ന് കയറി. എവിടെ പോണെന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ സ്ഥലത്തിന്റെ പേര് വർക്കല കാണാൻ പോകുന്നു. വർക്കലയോ? നമ്മുടെ നാട്ടിലാണ്, നമ്മൾ ഇതുവരെ പോയിട്ടില്ല. വർക്കല കാണാൻ. വർക്കലയോ? എന്താ വർക്കലയിൽ ഇപ്പത്തെ? വർക്കലയിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ ഒരു അരമണിക്കൂർ താമസം. ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും കാലം നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അപ്പൊ ഇത്രയും വിസ്തരിച്ച് പറഞ്ഞു. ഞാൻ ഇതൊക്കെ എങ്ങനെയാണ് താങ്കൾക്ക് മനസ്സിലായി? അതെല്ലാം യൂട്യൂബിലുണ്ടല്ലോ. ഓ, യൂട്യൂബിലുണ്ടല്ലേ? അതെ. അപ്പൊ അവർ വരുന്നതിന് മുമ്പേ വർക്കലയെ കുറിച്ച് യൂട്യൂബിൽ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് അത് വരുന്നത്, ആണല്ലോ. അതേപോലെ ഭഗവാൻ നിങ്ങൾക്ക് അവസരം തന്നിരിക്കുകയാണ്. നിങ്ങൾ പോകാൻ പോണ സ്ഥലം ഏത് വേണം, ഏത് ടീമിൽ പോകണം നിങ്ങൾ തീരുമാനിച്ചു. അതിനെല്ലാം യൂട്യൂബ് എന്നുള്ള രീതിയിലെ പഴയ ഫോർമാറ്റ് എവിടെയുണ്ട്? ഗരുഡ പുരാണത്തിലുണ്ട്, ഭാഗവതത്തില് വൈകുണ്ഠ ലോകങ്ങളെ കുറിച്ചുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ജീവിച്ചിരിക്കുമ്പോ ഇവര് ടൂർ പോകുന്നതിന് മുമ്പ് എല്ലാം കുറിച്ച് യൂട്യൂബിൽ നിന്ന് പഠിച്ചിട്ടില്ലേ പറഞ്ഞേ? അതേപോലെ പഠിച്ചിട്ട് പോവാം. നമുക്ക് എവിടെ സമയം? ഒന്നാമത്തെ ഭാര്യയോട് അടികൂടിയേ നമുക്ക് ഒന്നിനും സമയമില്ല. രണ്ടാമത്തെ ഭാര്യ കിടക്കുന്നു, പിന്നെ നാലാമത്തെ ഭാര്യയോട് ചിലപ്പോൾ സമയം തന്നെ ഇരിക്കും. അങ്ങനെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കുറെ സമയം അനാവശ്യമായിട്ട് സ്നേഹിക്കേണ്ട ഭാര്യയെ സ്നേഹിക്കാതെ, സ്നേഹിക്കേണ്ടാത്ത ഭാര്യ കൂടുതൽ സമയം ചെലവാക്കിയിട്ടുള്ള എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്തിനെ കുറിച്ചാണ് നമ്മൾ ആഫ്റ്റർ ഡെത്ത് എന്നുള്ള കഥയിൽ കൂടുതൽ പറയേണ്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഒരു മനുഷ്യനായിട്ട് ജനിച്ച വ്യക്തി നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട സാധനമാണ് ആഫ്റ്റർ ഡെത്ത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. അത് മനസ്സിലാക്കാതെ മരിച്ച വ്യക്തി എന്ന് പറഞ്ഞാൽ, ഇവിടെ നേരത്തെ ക്ലാസ് കൊണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു, ഇപ്പൊ എല്ലാം ഇറങ്ങി ഓടിക്കുന്നു. അത് ആലോചിച്ച് സീരിയസ് ആയിട്ട് ഇവിടെ നിറഞ്ഞിരുന്ന ആൾക്കാർ ഈ ക്ലാസിന്റെ മഹിമയാണോ ഒരൊറ്റത്തിന് കാണാൻ എവിടെ എപ്പോ ഇറങ്ങിപ്പോയവരെല്ലാം? എന്തായാലും ക്ലാസ് നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് പറഞ്ഞിരുന്ന ടോപ്പിക്ക്, മരണത്തിന് മുമ്പേ നമ്മളിത് മനസ്സിലാക്കാതെ മരിക്കുന്ന വ്യക്തി ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യയാണ്. ഒരു രാജാവ് ഒരു രാജ്യത്തില് കുറെ ആൾക്കാർക്ക് ജോലി കൊടുക്കും. അതിൽ ഒരു പദവി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിട്ടിക്ക് മാസാമാസം ശമ്പളം കൊടുക്കും. വലിയ വലിയ കോമ്പറ്റീഷൻ ആയിരുന്നു ആ പദവി നേടി. അവസാനം അതിനകത്ത് ഒരാൾ വിജയിച്ചു. അദ്ദേഹത്തിന് റെഗുലർ ആയിട്ട് ശമ്പളം വീട്ടിൽ അയച്ചു. ലോകത്തില് എല്ലാ കാറ്റഗറിക്കും അയക്കണം. ഗ്രൂപ്പുകാരൻ അയച്ചു കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ വിദ്യാഭ്യാസമുള്ള പണ്ഡിതന്, എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും വലിയ വിട്ടിക്കും കൊടുക്കണം. രാജാവിന് ഒരു ആഗ്രഹം. അവസാനം ഒരാൾക്ക് ആ പദവി കിട്ടി, ഞാനാണ് ഏറ്റവും വലിയ വിദ്യ. അപ്പൊ രാജാവ് കറക്റ്റായിട്ട് ശമ്പളം കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരു സമയം കഴിഞ്ഞപ്പോ രാജാവിന് വയസ്സായി. അപ്പൊ രാജാവ് പറഞ്ഞു, എന്റെ കൂടെ ഭരണത്തിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഇനി എന്താണ് പെൻഷൻ കൊടുക്കണം. അപ്പൊ ഇനി ആരും നിങ്ങൾ ജോലിക്ക് വരണം. ആ വിട്ടി മാസാമാസം ശമ്പളം അങ്ങോട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നതായി. അത് ശരിയാണ്. പക്ഷെ അവസാനം രാജാവ് പറഞ്ഞു, നിങ്ങൾ ഇരിക്കുന്ന ആ പോസ്റ്റ് ഇനി ഒരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടത്. അങ്ങനെ ഹാൻഡ് ഓവർ ആയിട്ട് നിങ്ങൾ റിട്ടയർ ആയിക്കോളൂ. ഇനി മുതൽ അവർ പദവി വഹിക്കും, നിങ്ങൾക്ക് പെൻഷൻ വരുന്നതാണ്. ശരി എന്ന് പറഞ്ഞ് എല്ലാവരും എന്ത് ചെയ്തു? അടുത്ത വിട്ടിയെ തപ്പാനുള്ള യാത്ര പോയി. അങ്ങനെ വിട്ടി വന്നിട്ട് പറഞ്ഞു, അപ്പൊ അന്ന് നീ എനിക്ക് പെൻഷൻ തരുമല്ലോ. അതെ. അപ്പൊ വിട്ടിയാണെന്ന് കാണിക്കാൻ എല്ലാവർക്കും ഒരു ദണ്ട് കൊടുത്തിട്ടുണ്ട്. ദണ്ട് ഹാൻഡ് ഓവർ ചെയ്യുമ്പോഴാണ് പദവി ഹാൻഡ് ഓവർ. മനസ്സിലായി? ഇപ്പൊ ഓരോ പദവിക്ക് ഓരോ സ്ഥാനം ഉണ്ടല്ലോ അല്ലെ? നമ്മുടെ മേയറിന് ഒരു കോട്ട കിട്ടും അല്ലേ? ഞാൻ നോക്കിയപ്പോ മേയർ അഡ്വക്കേറ്റ് കോട്ട കെട്ടിരിക്കും. അപ്പൊ അഡ്വക്കേറ്റ് കോട്ടല്ല, അത് മേയറിന് കോട്ടാണ്. പിന്നെയാണ് മനസ്സിലായത്. അപ്പൊ അത് ഹാൻഡ് ഓവർ ചെയ്യുമ്പോഴാണ് സ്ഥാനം മാറുന്നത്. എന്നതുപോലെ വിട്ടിക്ക് കൊടുത്ത ഒരു ദണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വിട്ടി പെൻഷൻ മേടിക്കുക എന്നുള്ളത് അറിയാതെ അന്ന് ശമ്പളം മേടിക്കാൻ വന്നു. അപ്പൊ വന്നു നോക്കിയപ്പോ രാജാവ് പറഞ്ഞു, അയ്യോ ഇനി നിങ്ങൾ ഇതുവരെ വന്ന് മെനക്കെടണ്ട, ശമ്പളം വന്ന് മേടിക്കുന്നതിന് പകരം പെൻഷൻ അങ്ങോട്ട് തന്നെ. ഇപ്പൊ പെൻഷൻ വീട്ടിൽ വരും, അറിയാലോ. വീട്ടിൽ വരും. അതേപോലെ പെൻഷൻ ഇനി മുതൽ അങ്ങ് വരും. പക്ഷെ ഈ ദണ്ട് താങ്കൾ ഏതെങ്കിലും വിട്ടിക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ആണോ? അദ്ദേഹം വിട്ടിയല്ലേ? അദ്ദേഹം ശരി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, താങ്കൾ പോയി ഏറ്റവും വലിയ വിട്ടിയെ കണ്ടുപിടിച്ചിട്ട് ഹാൻഡ് ഓവർ ചെയ്തു. ആരെടുത്ത് പറയണം? വിട്ടിയോട് പറയാം. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഇറങ്ങി റൗണ്ട് അടിച്ചടിച്ചിട്ട് തിരിച്ച് എവിടെ തന്നെ വന്നു? നേരെ രാജാവിന്റെ അടുത്ത് തന്നെ വന്നു. എന്താ വിട്ടിയെ കണ്ടെത്തിയില്ലേ? അദ്ദേഹം പറഞ്ഞ്, എനിക്ക് കുറച്ച് ചോദ്യമുണ്ട്,
അത് ചോദിച്ചപ്പോ സാറ്റിസ്ഫാക്ടറി ആൻസർ കിട്ടിയാലേ എനിക്ക് വിട്ടിയെ തിരഞ്ഞെടുക്കാൻ പറ്റും. അതുകൊണ്ട് രാജാവ് തന്നെ ആദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറയാം. രാജാവ് ഈ വിട്ടിയുടെ കാര്യം എന്ന് പറഞ്ഞിട്ട് ശരി ചോദിച്ചു നോക്കണം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, വിട്ടി ചോദിക്കുകയാണ്, താങ്കൾ എവിടെ പോണെന്ന് പറഞ്ഞല്ലോ, എവിടെയാണ് പോകുന്നത്? അത് ഞാൻ ഈ രാജ്യം വിട്ട്, ഈ ഭൂമുഖം വിട്ട് ഒക്കെ ഞാൻ പോകാൻ പോകും. ഇങ്ങോട്ടാണ് പോണത്? അപ്പൊ അതെ പറഞ്ഞു, ഞാൻ മരിച്ചു പോകാൻ പോകും. മരിച്ചു പോകാൻ പോയാണ്. എനിക്ക് ഞാനും കൂടെ വരാമേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ മരിച്ചു പോകുന്ന സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റും. ആണോ? ശരി. അപ്പൊ അങ്ങ് ആരുടെ കൂടെയാണ് പോണത്? ഭാര്യയുടെ കൂടെയാണോ പോകുന്നത്? അല്ല. ഭാര്യ ആരുടെ കൂടെയാണോ പോണത്? അല്ല. ഇപ്പൊ താങ്കൾ പോകുമ്പോ ഈ ഇതിനെ ഈ പ്രജകളെ കൊണ്ടുപോകുമോ? പ്രജകൾ ആരെയും കൊണ്ടുപോകില്ലേ? കൊണ്ടുപോകും. അപ്പൊ താങ്കളെ രാജസിംഹാസനം കൊണ്ടുപോവോ? ഇല്ല. രാജകൊട്ടാരം കൊണ്ടുപോവോ? ഇല്ല. ശരി. അപ്പൊ ആരുടെ കൂടെയാണ് അങ്ങ് പോകുന്നത്? ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഏത് വണ്ടിയിലാണ് പോണത്? അയ്യോ, വണ്ടി ഒന്നും എടുക്കാൻ പറ്റില്ല, ഈ വിട്ടിയുടെ കാര്യം നോക്കുന്ന പറഞ്ഞിട്ട് ചിരിക്കാൻ പറ്റും. ശരി, അപ്പൊ അതും പോകില്ല. ശരി, എങ്കിൽ പിന്നെ എങ്ങോട്ടാണ് പോണതെന്ന് പറ എന്ന് ചോദിച്ചു. ഇവിടെ പറയാണ്, എങ്ങോട്ടാണ് പോണെന്ന് എനിക്ക് അറിഞ്ഞുകൂടി. ശരി 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 എന്ന് പറഞ്ഞിട്ട് ഉടനെ ആ ദണ്ട് കൊണ്ടുപോയി. എങ്കിൽ സാറിനെ ഇരിക്കാം. എന്തിനാണ് ദണ്ട്? അത് ഞാൻ ഏറ്റവും വലിയ വിട്ടിക്ക് കൊടുക്കാനല്ലേ ഞാൻ പറഞ്ഞത്. അത് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഇരിക്കാം. ഒരു ബാലകനും വിട്ടിക്ക് എന്തും ആരെയും വിളിച്ച് പറയാം കേട്ടോ. സാധാരണക്കാർക്ക് പറഞ്ഞാൽ അടി. ഇങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന് അടിയൊന്നും കൊടുത്തില്ല. ഇദ്ദേഹം വിട്ടി ആയതുകൊണ്ട് വിട്ടിത്തം കാണിക്കണമെന്ന് ആര് വിചാരിച്ചുള്ളൂ? രാജാവ് വിചാരിച്ചുള്ളൂ. പക്ഷെ വിട്ടി ഏറ്റവും വലിയ ബുദ്ധിമാനായിരുന്നു. ഇത്രയും കാലം വിട്ടിയായിട്ട് അഭിനയിക്കുന്ന ഒരാളായിരുന്നു. ശരിക്കും രാജാവിന്റെ ഏറ്റവും വലിയ ഒരു 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 ഉപദേഷ്ടകനായ ഒരു സന്യാസി ഉണ്ട്. ആ സന്യാസിയുടെ ശിഷ്യനെയാണ് അന്നേ സന്യാസി വിട്ടിയുടെ വേഷം കൊടുത്ത് ദണ്ഡും കൊടുത്ത് നിർത്തിയിരുന്നത്. കാരണം രാജാവിന്റെ കൂടെ പല പ്രാവശ്യവും ആധ്യാത്മിക ലോകത്തിനെ കുറിച്ചുള്ള വർണ്ണനകളും ഇന്ന് നമ്മുടെ യങ്സ്റ്റേഴ്സ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരവ് പറയാൻ പോയപ്പോ എല്ലാം ഭാര്യമാരുടെ എണ്ണം കൂടിയത് കൊണ്ട് ആദ്യത്തെ ഭാര്യയുടെ കൂടെയും രണ്ടാമത്തെ ഭാര്യയുടെ കൂടെയും മൂന്നാമത്തെ ഭാര്യയുടെ കൂടെയും കൂടുന്നതിന്റെ തിരക്കില് ഈ സന്യാസി പറയുന്നത് കേൾക്കാനുള്ള സമയം ആർക്കുണ്ടായിരുന്നില്ല? ഈ രാജാവിന് ഉണ്ടായിരുന്നില്ല. എന്നാണോ ഇദ്ദേഹത്തിന് യുക്തവൈരാഗ്യം വരുന്നത്, അന്ന് നീ ഉപദേശിക്കണം എന്ന് പറഞ്ഞ ചട്ടം കിട്ടി. അന്നേ വിട്ടിയുടെ വേഷം കിട്ടി രാജാവ് മുനിയുടെ ശിഷ്യനെയാണ് ദണ്ട് കൊടുത്ത് വിട്ടിയുടെ പെൻഷനും സാലറി മേടിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇപ്പൊ വന്ന് ഈ സംസാരിക്കുന്ന ആള് വിട്ടിയല്ല, ആധ്യാത്മിക ജ്ഞാനമുള്ള അറിവുള്ള ഒരു വ്യക്തിയാണ്. എങ്ങനെയാണോ ജഡഭരതൻ അല്ലെ ഇങ്ങനെ കൊണ്ടുപോയപ്പോ രഘുഗുണ രാജാവ് ഇത് ഏതോ വിട്ടിയാണെന്ന് വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് ഇത് വിട്ടിയല്ല, ഇത് നല്ല ഭക്തനാണ്, എന്നെ ഉപദേശിക്കാനാണ് അദ്ദേഹം ഇവിടെ നിൽക്കുന്നത്. അയാൾ ആരാണെന്ന് പറയും? രഘുഗുണ രാജാവിനെ കൊണ്ടുപോയ ജഡഭരതൻ ആരാണ് പറയും? പൂർവജന്മത്തില് മരിച്ചുപോയ ആട് ആരാണെന്ന് പറയും? ആടല്ലല്ലോ, മാൻ ആരാണെന്ന് പറയും? ആ മാന് ഭരതരാജാവ് അല്ലെ? അതിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിരുന്ന ഒരാളാണ് രഘുഗുണ മഹാരാജാവായിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം പൂർവ്വജന്മ ബന്ധമനുസരിച്ച് വരുന്നു. അത് കൂടുതലായിട്ട് മറ്റൊരു ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വിഷയത്തിലേക്ക് വരിക. അപ്പോ ഇവിടെ എന്ത് സംഭവിച്ചു? ഈ വിട്ടി എന്ന് പറഞ്ഞ് ഈ കൊടുത്ത ഈ ദണ്ട് രാജാവിന് കൊടുക്കുമ്പോ രാജാവ് ആദ്യം വിചാരിച്ചത് വിട്ടിത്തം പറയുന്നു. പക്ഷേ പിന്നെ ആ വിട്ടി സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ ഇത്രയും കാലം ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കിയ ആരെയും കൊണ്ടുപോകാത്ത ലോകത്താണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നിങ്ങൾ ഇത്രയും കാലം ഇത്രയും ഒരു മനുഷ്യജന്മം കിട്ടിയിട്ടും നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് പോലും അറിഞ്ഞുകൂടാതെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കിയ സകല സാധനം ഇവിടെ ഇട്ടിട്ട് പോകുമ്പോ എങ്ങോട്ടാണ് പോകുന്നത് പോലും അറിയാനുള്ള സന്മനസ് കാണിക്കാതെ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ വിട്ടി അങ്ങല്ലാതെ പിന്നെ വേറെ ആരാണ് എന്ന് ചോദിച്ചു. രാജാവ് ഞെട്ടി. ഇത് വിട്ടിയല്ല, ഇത് ഉപദേശം നൽകാൻ ആംബിയറുള്ള ഏതോ ഒരു ആധ്യാത്മിക ഗുരുവാണെന്ന് മനസ്സിലാക്കി ആ ശിഷ്യനിൽ നിന്ന് ഉപദേശം ആ വിട്ടിയിൽ നിന്ന് ഉപദേശം രാജാവ് സ്വീകരിക്കാൻ തയ്യാറായി. എന്നിട്ട് വിട്ടിയോട് ചോദിച്ചാൽ അങ്ങ് പറയൂ, മരണശേഷം ഞാൻ എങ്ങോട്ടാണ് പോയത്? അപ്പൊ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ആ രാജാവ് ചോദിച്ച ചോദ്യം മരണക്കിടക്കയിൽ കിടന്നല്ല ചോദിക്കേണ്ടത് എന്നാണ് കൃഷ്ണൻ അർജുനന് ഉപദേശിച്ച ഈ ഗീതോപദേശത്തിലൂടെ നമുക്ക് തരുന്ന പാഠം. മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരാൾ ഇതിനകത്ത് കാണാൻ പറ്റുമോ? ഉണ്ടോ? ഇതിനകത്തുണ്ടോ?
പകരം വീരയോദ്ധാവ്, പടക്കളത്തിൽ ഇറങ്ങുന്ന പോരുന്ന വീരയോദ്ധാവിനാണ് ഭഗവത്ഗീത ജ്ഞാനം കൊടുത്തിരിക്കുന്നത്. പടുകളവനായി ചാവാൻ നേരത്ത് പറഞ്ഞ തലയിൽ പോലും കയറില്ല, ബോധം കാണില്ല. അപ്പൊ ഗീത ഉപദേശിച്ചിട്ടോ ആധ്യാത്മിക ജ്ഞാനം കിട്ടിയിട്ടോ കാര്യമില്ല, കാരണം തല വർക്ക് ചെയ്യില്ല. അപ്പോഴല്ല ആ ജ്ഞാനം നേടേണ്ടത് എന്നാണ് പടക്കളത്തിൽ ഇറങ്ങി പോരാടുന്ന വീരയോദ്ധാവിന് ഭഗവത്ഗീത ഉപദേശിച്ചവരോട് കൃഷ്ണൻ നമുക്ക് തരുന്ന ആദ്യത്തെ ജ്ഞാനം. ചെറുപ്പകാലത്തിൽ തന്നെ ഇത് മനസ്സിലാക്കണം. വയസ്സായി ഇരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട വിഷയമല്ല മരണത്തിന് ശേഷം ഞങ്ങൾ എങ്ങോട്ട് പോകണം എന്നുള്ളത്. ആ സമയത്ത് മനസ്സിലാക്കേണ്ട വിഷയമല്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, ജീവിതം തുറന്നതിന് മുമ്പേ ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം എന്നുള്ള സ്റ്റേജില് ബ്രഹ്മചര്യത്തിൽ പഠിക്കേണ്ട വിഷയമാണ്. ജീവിതം ഗൃഹസ്ഥം മുതലാണ് തുടങ്ങുന്നതെങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടമാണ് ബ്രഹ്മചര്യം. ആ സമയത്താണ് ആഫ്റ്റർ ഡെത്ത് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. എങ്കിലേ നമുക്ക് അതനുസരിച്ച് ലൈഫിനെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും വെള്ളമെല്ലാം ഒഴുകി നദിയിൽ പോയിട്ട് കുളിക്കാൻ നിന്നിട്ട് കാര്യമുണ്ടോ? കുളിക്കണം. വെള്ളം എല്ലാം ഒഴുകി കടലിൽ പോയി. ഇനിയാണ് കുളിക്കാൻ വന്നപ്പോ എന്തായി? ഗോമതി, ഗംഗ അല്ലെ, ചില സമയത്ത് തിരികെ വേറും മണ്ണും. ചില സമയത്ത് പോയാൽ ഒരു മനുഷ്യനെ കാണാൻ പൊക്കത്തി വെള്ളം അല്ലെ. അപ്പൊ വെള്ളമുള്ള സമയത്ത് കുളിക്കണം എന്നതുപോലെ ജീവിതത്തിൽ ഇനിയും കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സമയമുള്ള സമയത്ത് ഗീതാജ്ഞാനം കിട്ടണം. അത് ഒന്നിനു ശേഷം വരുന്ന 0 പോലെ 10 മാറും. പതാമ്പ്രയോടെ ഇല്ലേ, ഇന്നലെ ഈ കഥ പറഞ്ഞു. ഒന്നിനു ശേഷം വരുന്ന 2 പൂജ്യമാണെങ്കിൽ നമ്മൾ 100 ഒന്നിനു ശേഷം വരുന്ന 3 പൂജ്യമാണ് നമ്മൾ ആയിപ്പോയി വിഷമിക്കേണ്ട. കൃഷ്ണന് ശേഷം വരുന്ന 3 പൂജ്യമാണെങ്കിൽ നമ്മൾ 1000. എന്നപോലെ നമ്മുടെ ജീവിത കാലഘട്ടത്തിന്റെ പ്രാരംഭ ദിശയിലെ ഭഗവത്ഗീത ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ 8 പൂജ്യമാണെങ്കിലും 100ഉം 200ഉം 100ഉം 1000ഉം 10,000 ലക്ഷവുമായി നമുക്ക് നമ്മുടെ ലൈഫിനെ മാറ്റാനുള്ള സമയം നമുക്ക് കിട്ടും. മരണക്കടക്കയിൽ കിടന്നിട്ട് ആദ്യമേ ഞാൻ തലയിലും കയറൂല. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രായശ്ചിത്തം ചെയ്യാനുള്ള സമയവും കിട്ടും. അതുകൊണ്ട് നമ്മുടെ ജീവിതം വ്യക്തമായ മാർഗനിർദ്ദേശം കൃഷ്ണൻ തന്നിരിക്കുന്നു. ഒരു TV മേടിക്കുമ്പോൾ ഏത് ശുദ്ധി എങ്ങനെ ഉപയോഗിക്കണം എന്നതുപോലെ മനുഷ്യ ശരീരം എങ്ങനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ ഉപദേശം ഭഗവത്ഗീതയിലൂടെ കൃഷ്ണൻ തന്നിരിക്കുന്നു. TV മേടിക്കുമ്പോൾ ഒരു ബുക്കിലേക്ക് ഫ്രീ, ഏത് ശുദ്ധി എങ്ങനെ ഉപയോഗിക്കണം എന്നതുപോലെ. മൊബൈൽ മേടിക്കുമ്പോൾ അതുപോലെ ഒരു ബുക്കിലേക്ക് വെച്ച് അതിനകത്ത് ചുരുക്കി മടക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ജന്മത്തെ അത് തുറന്നു നോക്കി മനസ്സിലാക്കിയിട്ടില്ല. പകരം അത് തന്ന ആളിനോട് തന്നെ ഏത് ശുദ്ധി എങ്ങനെ അമർത്തണമെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് ഭഗവത്ഗീതയില് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ ചോദിച്ച് മനസ്സിലാക്കണം എന്നാണ് ഏറ്റവും അവസാന ശ്ലോകത്തിൽ പറയുന്നത്. അവസാനത്തെ പുറപ്പെട്ടി പറയുന്നത് എന്താണ് അല്ലേ? കൃഷ്ണനാൽ ചുമതലപ്പെടുത്തിയ ആധ്യാത്മിക ഗുരുവിൽ നിന്നുമാണ് ഈ ഗീത ജ്ഞാനം അഭ്യസിക്കേണ്ടത് പറയുന്നത്. അതുപോലെ ശ്രീല പ്രഭാകരനെ പോലുള്ള നല്ല കഴിവുറ്റ ഗുരുശിഷ്യ പരമ്പരയുള്ള ആചാര്യന്മാർ ഭഗവാന്റെ കൃപ കൊണ്ട് കലിയുഗത്തിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പൊ പ്രിയപ്പെട്ട യങ്സ്റ്റേഴ്സ്, നിങ്ങളോട് തരുന്ന ഉപദേശം എന്തെന്നാൽ ശ്രീല പ്രഭാകരന്റെ പുസ്തകങ്ങൾ വായിക്കൂ. അതിനകത്ത് എല്ലാം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന അന്നേ അദ്ദേഹത്തിന് അറിയായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരു പടം വെച്ചൊരു ബുക്കേ അത് ഇറക്കി. ബിയോണ്ട് ബർത്ത് ആൻഡ് ഡെത്ത്. ബുക്കിന്റെ പേരെന്താ? ബിയോണ്ട് ബർത്ത് ആൻഡ് ഡെത്ത്. അതീതം എന്നുള്ള ചെല്ലപ്പേരിട്ട് വായിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ട്. ഈ അടുത്ത് നോക്കുമ്പോൾ അതിന്റെ പേര് ബിയോണ്ട് ബർത്ത് ആൻഡ് ഡെത്ത് എന്നാണ്. പടം കണ്ടപ്പോൾ പേടിച്ചു. ഞാൻ ആദ്യമായിട്ട് ഒരാൾക്ക് വായിക്കാൻ ഏത് പുസ്തകം ഉള്ളതെന്ന് ഇത് കൊടുത്തപ്പോൾ അയാൾ പേടിച്ചു. ഈ ബുക്ക് എനിക്ക് വേണ്ട, പേടിച്ചു പോയി കേട്ടോ. ഞാൻ അപ്പോഴാണ് ആലോചിച്ചു, ശരിയാണ്, ഇതാണ് സംഭവം. ഞാൻ അവിടെ വേറെ യോഗ സംഘടന മറ്റേ ബുക്ക് കൊടുത്ത, അതും പകുതി എത്തില്ല, എലുമ്പ് കൂട്, അതും പേടിച്ചു പോയി. ഞാൻ നോക്കി ഒന്നും കൊടുക്കാനില്ല. ഞാൻ മാച്ചിലെസ് ഗിഫ്റ്റ് തുടങ്ങിയ ബുക്ക് കൊടുത്തു. അതൊരു സമാധാനം. ഗിഫ്റ്റ് എന്നുള്ള പേര് അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ. അങ്ങനെ. അപ്പോ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എല്ലാം ഉത്തരം പ്രഭാത് ആൾറെഡി പറഞ്ഞു. അതിൽ നിന്നുള്ള പുസ്തകം വായിച്ചാൽ നിങ്ങളെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം എല്ലാം, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എല്ലാ ഉത്തരവും. പിന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ ഈ ടീം വർക്കിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. നമ്മൾ ആരൊക്കെ വന്ന് വിളിച്ചോണ്ട് പോകാൻ ചാൻസ് ഉണ്ട്, ഏത് ടീമിന്റെ കൂടെ പോകണം അല്ലെ. ടീമിന്റെ വർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ ടീം വേണോ ഈ ടീം വേണോ പറയൂ. മഞ്ചരീസിലെ അംഗമാവണോ ഗോപാസിലാവണോ? അത് ആണും പെണ്ണായാൽ മതി. ഇവിടെ നമുക്ക് ഏത് ടീം, ഏത് മഞ്ചരീസിന് ഇവിടെയും പോവാം, ഇവിടെയും വരാം. ഏത് ഗോപാസിന് ഇവിടെയും പോവാം, ഇവിടെയും വരാം. പക്ഷെ അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാണോ നമ്മൾ നയിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അവസാനം ഈ ടീം നമ്മളെ വിളിച്ചോണ്ട് പോകും, ഈ ടീം വിളിച്ചോണ്ട് പോകുമെന്ന് അറിയാൻ പറ്റും. ലൈഫ് കംസ് ഫ്രം ലൈഫ് പറയും. അങ്ങനെ ഒരു പുസ്തകം, അത് നിങ്ങൾക്ക് ഇതുപോലത്തെ വിഷയത്തിനെ കുറിച്ച് കൂടുതൽ ജ്ഞാനം നൽകുന്നതാണ്. പിന്നെ ഒരു ബുക്കിന്റെ പേരാണ് സയൻസ് ഓഫ് സെൽഫ് റിയലൈസേഷൻ. SSR. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം. ആത്മഗവേഷണം എന്നുള്ള മറ്റൊരു പുസ്തകം. അതിന്റെ പടം കണ്ടാൽ പേടിച്ചു. ആത്മഗവേഷണത്തിന്റെ പണ്ടത്തെ പടം, ഇപ്പോഴത്തെ ബുക്ക് പോലെ ഡീസന്റ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട്.
പണ്ടത്തെ ബുക്ക് കണ്ടപ്പോൾ ശരിക്ക് പേടിച്ചു. കുറേ ദിവസം തൊട്ടിട്ടേയില്ല, പേടിച്ചു പോയി തുടങ്ങായി. ആ പുസ്തകം ഈ ഒരു പ്രാവശ്യമെങ്കിൽ നമ്മൾ വായിക്കേണ്ട മറ്റൊരു മനോഹരമായ ബിയോണ്ട് ബർത്ത് ആൻഡ് ഡെത്തിനെ കുറിച്ച് പറയുന്ന മറ്റൊരു ബുക്ക്. പിന്നെ ജേർണി ഓഫ് സെൽഫ് ഡിസ്കവറി മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല, ഇംഗ്ലീഷിലുണ്ട്. നല്ല പുസ്തകം. നമുക്ക് സയൻസ് ഓഫ് സെലിബ്രേഷൻ ഒരു സെമിനാർ ഇവിടെ നടത്തും, നന്നായിരിക്കും. അല്ല ഈ പടങ്ങളൊക്കെ ഒന്ന് കാണും, നല്ല പടമൊക്കെ വെച്ച്. എന്റെ കയ്യില് ബിയോണ്ട് ബർത്ത് ആൻഡ് ഡെത്തിനെ കുറിച്ച് വിഷയത്തിനെ കുറിച്ച് ഞാൻ കുറച്ച് നല്ല ശ്ലോകങ്ങൾ ബൈബിളിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട്, ഖുറാനിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട്, സിഖുകാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. ബുദ്ധമതത്തിനെ കുറിച്ചും ജൈനമതത്തിനെ കുറിച്ചും അടിപൊളി കുറെ മെറ്റീരിയൽസ് ആഫ്റ്റർ ഡെത്തിനെ കുറിച്ച് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയിലും കളക്ട് ചെയ്തിട്ടുണ്ട്, ഭാഗവതത്തിലും കളക്ട് ചെയ്തിട്ടുണ്ട്, കുറെ ഉപനിഷത്തിൽ നിന്നും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഈ വിഷയത്തിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി ഭഗവാൻ അനുഗ്രഹിക്കണമെങ്കിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഏതായാലും ഇങ്ങനെ മനോഹരമായ ഒരു ഡിസ്കഷന് വേണ്ടി അവസരം തന്ന നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജരീസ് ആൻഡ് ഗോപാസ് ടീമിനെ ഹൃദയപൂർവ്വം ആത്മാർത്ഥമായ നന്ദി. അത് അവസരം എനിക്ക് തന്ന പ്രത്യേകിച്ചും ചക്രദാസ്, സുദർശൻ ചക്രദാസിന് വളരെ ആത്മാർത്ഥമായി താങ്ക് യു. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഭാവിയിൽ 3 മണി മുതൽ 5 മണി വരെയുള്ള സമയം നമുക്കിവിടെ സെമിനാറുകൾ, പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ വെച്ച് നല്ല നല്ല സൂപ്പർ സ്പീക്കർമാരുടെ ക്ലാസ് ഒക്കെ വെച്ച് നമുക്ക് ഈ വിഷയത്തിനെ കുറിച്ച്, ഇതുപോലത്തെ ഒരുപാട് വിഷയത്തിനെ കുറിച്ചുള്ള ഒരു അടിപൊളി സെമിനാർ പ്രോഗ്രാം ഭാവിയിൽ നമുക്ക് നടത്താം. അതിന് രാധാ നീലമാ സത്സംഗം അതിന് ആതിഥേയം വഹിക്കട്ടെ. ഹരേ കൃഷ്ണ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഹരേ കൃഷ്ണ. നമസ്കാരം. ഈ ടോപ്പിക് സെലക്ട് ചെയ്ത ആരാണ്? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ആണ്? പ്രഭു ഹരേ ചോദിക്കും ദയവായി. എങ്ങനെ മനസ്സിലാവും? പറഞ്ഞതിൽ ഒരു കറക്ഷൻ ഉണ്ട്. ആദ്യം പ്രേത ശരീരമാണ് കിട്ടുന്നത്. പ്രേത ശരീരത്തിൽ നിന്നും പിന്നെ യാതന ശരീരത്തിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രേത ശരീരം എന്തെന്ന് ചോദിച്ചാൽ, ആത്മാവിനെ ചുറ്റി 2 ശരീരങ്ങളുണ്ട്. ഒന്ന് സ്ഥൂല ശരീരവും ഒന്ന് സൂക്ഷ്മ ശരീരം. സ്ഥൂല ശരീരം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പഞ്ചഭൂതങ്ങൾ അടങ്ങിയ ഈ ശരീരം. അത് കുഴിച്ചിട്ടാലും കത്തിച്ചു കളഞ്ഞാലും പഞ്ചഭൂതങ്ങളിലേക്ക് പോയി ചേരും. അതിന്റെ പേരാണ് ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി. അതെല്ലാവർക്കും സ്ഥൂല ശരീരമായിട്ടുണ്ട്. മരണം എന്നുള്ള രീതിയിൽ റിയലൈസ്ഡ് സോൾ അല്ലാത്ത എല്ലാവർക്കും സ്ഥൂല ശരീരം ഉപേക്ഷിക്കാനുള്ള വിദ്യ മാത്രമേ മരണസമയത്ത് അറിയാവൂ. അതുകൊണ്ട് തന്നെ ആ സോളിന് ചുറ്റും സൂക്ഷ്മ ശരീരവും കൂടെ ഉണ്ടാകും. ആർക്കാണോ ഒരേ സമയത്ത് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഉപേക്ഷിക്കാനുള്ള വിദ്യ അറിയാവൂ, അവർക്ക് മാത്രമേ ആ സോളിനെ ആധ്യാത്മിക ലോകത്ത് എത്തിക്കാൻ പറ്റൂ. ആർക്കാണോ സ്ഥൂല ശരീരം മാത്രം ഉപേക്ഷിക്കാനുള്ള വിദ്യ അറിയുകയും സൂക്ഷ്മ ശരീരം ഉപേക്ഷിക്കാനുള്ള വിദ്യ അറിയാതെ പോവുകയും ചെയ്യുന്നത്, അവർക്ക് സൂക്ഷ്മ ശരീരത്തിന്റെ ഘടകങ്ങളായ മനസ്സ്, ബുദ്ധി, വിദ്യാഹങ്കാരത്തിലുള്ള മനസ്സിന്റെ ആഗ്രഹം അനുസരിച്ചുള്ള ആഗ്രഹങ്ങൾ സാധിച്ചു വേണ്ടിയുള്ള മറ്റൊരു സ്ഥൂല ശരീരം എടുക്കാൻ ആ സോൾ നിർബന്ധിതനാകും. അപ്പോ ആ മനസ്സിനെയും ബുദ്ധിയെയും വിദ്യാഹങ്കാരത്തിനെയും ഒരേപോലെ സ്ഥൂല ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് തന്നെ സൂക്ഷ്മ ശരീരം ഉപേക്ഷിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ ഈ രണ്ടിന്റെയും ഉപദ്രവം സഹിക്കണം. ഉടനെ അദ്ദേഹത്തിന് ആധ്യാത്മിക ശരീരം കിട്ടും, നേരെ ഭഗവാൻ എടുത്ത് തിരിച്ചു. പക്ഷെ അതിന് പറ്റാത്ത ആത്മാക്കളെല്ലാം ഈ സൂക്ഷ്മ ശരീരത്തിലെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച് മറ്റൊരു പഞ്ചഭൂതങ്ങൾ അടങ്ങിയ മറ്റൊരു സൂക്ഷ്മ ശരീരം എടുക്കാൻ നിർബന്ധിതനാണ്. ഇൻ ബിറ്റ്വീൻ ഒരു വിചാരണ. ആ വിചാരണയാണ് ഏത് കിട്ടുന്നത്? അവർക്ക് യാതനാ ശരീരം. അപ്പൊ യാതനാ ശരീരത്തിലുള്ള വിചാരണ കഴിഞ്ഞിട്ട് ആ മനസ്സിനിണങ്ങിയ ആഗ്രഹം അനുസരിച്ചുള്ള സ്ഥൂല ശരീരം വീണ്ടും അയാൾക്ക് കൊടുക്കപ്പെടും. എന്നാൽ ഭഗവാൻ പറഞ്ഞ കാലഘട്ടത്തിന്റെ ഇടയിൽ സൂക്ഷ്മ ശരീരത്തിനെ സ്വന്തം ഇഷ്ടപ്രകാരം അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് ആത്മഹത്യ ചെയ്ത വ്യക്തി എന്ന് പറയുന്നത്. അപ്പൊ അത് ഭഗവാന്റെ ആഗ്രഹത്തിന് എതിരായിട്ട് അയാൾ പ്രവർത്തിച്ചത് കൊണ്ട് അയാൾക്ക് ഡബിൾ പണിഷ്മെന്റ്. യാതനാ ശരീരം അല്ലെങ്കിലും കിട്ടും, അതവിടെ പെൻഡിങ്ങാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രേത ശരീരത്തിനും കൂടെ കയറിപ്പോകും. ആ പ്രേത ശരീരത്തിന്റെ ദോഷം എന്തെന്ന് ചോദിച്ചാൽ, നല്ല വിശപ്പുണ്ടാവും, കടിക്കാൻ പല്ലില്ല, നല്ല ആഗ്രഹങ്ങളുണ്ട്, എൻജോയ് ചെയ്യാൻ ശരീരമില്ല. അപ്പൊ നല്ല വിശപ്പുണ്ട്, കഴിക്കാൻ പറ്റൂല, ആഹാരങ്ങളെ കൊണ്ട് എടുത്ത് കഴിക്കാൻ പറ്റൂല. അപ്പൊ അത് ഭയങ്കര വെപ്രാളം ഉണ്ടാവും ആ ശരീരം.
അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആ മഹാഭാവം നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ചെയ്തു കളയരുത്. അതുകൊണ്ട് നമ്മൾ മിനിമം സ്വാർത്ഥനാവണം. നമ്മൾക്ക് വേണ്ടിയെങ്കിലും ജീവിക്കാൻ പഠിക്കണം. നമുക്ക് വേണ്ടി ജീവിക്കണം. സ്വാർത്ഥനാകൂ, സ്വാർത്ഥൻ ആകൂ. അവരവർക്ക് വേണ്ടി ജീവിക്കുന്നവൻ മാത്രമാണ് നാമം ജീവിക്കുന്നത്. അവന് വേണ്ടി അവനോടുള്ള കാര്യം കൊണ്ട് നാമം ജപിക്കണം. സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരത്തിനെ ശുദ്ധീകരിച്ച് ആ സോളിനെ ആധ്യാത്മിക ശരീരം എത്തിക്കാൻ വേണ്ടി സ്വയമേ സഹായിക്കുന്ന പരിപാടിയാണ് സാധന എന്ന് പറയുന്നത്. മിനിമം നമ്മളൊരു സ്വന്തം കാര്യം നോക്കുന്നവനെങ്കിലും ആവണ്ടേ ഈ ലോകത്ത്. അതുകൊണ്ട് മിനിമം നമ്മൾ ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. നമ്മളോട് കാരുണ്യവാനായി മാറണം. നമ്മളെ സഹായിക്കണം. അവനവനെ സഹായിക്കുന്നവനെ ഭഗവാൻ സഹായിക്കും. അവനവനെ സഹായിക്കാത്തവന് ഭഗവാൻ എങ്ങനെ സഹായിക്കാൻ പറ്റും? താൻ പാതി ദൈവം പാതി എന്നാണ് ഭഗവാൻ അറിയാതെ പറഞ്ഞു പോയത്. നമ്മളായാലും ദൈവം പാതി താൻ പാതി മതി. ആദ്യം ദൈവത്തിന്റെ പങ്ക് ആദ്യം താ, എന്റെ പങ്ക് ഞാൻ പിന്നെ ചെയ്തോളാം. എടാ മടയാ, നീ പാതി നിന്റെത് ചെയ്, പിന്നെ നീ സഹായിക്കും, പിന്നെ ഞാൻ നിന്നെ സഹായിക്കാം. ഇല്ല, ആദ്യത്തെ അങ്ങയുടെ സഹായം ആദ്യം വരട്ടെ, പിന്നെ ഞാൻ ചെയ്തോളാം. ഇല്ല, അതാണ് താൻ പാതി. അപ്പൊ നമ്മളെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെക്കാളും പറ്റാത്തത് നമ്മളെ ഭഗവാൻ സഹായിക്കും. തന്നത് പിന്നീടുമ്പോൾ പിന്നെയും തമ്പുരാൻ തന്നീടും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാനുള്ള അവസരം കൂടെ ഭഗവാൻ നമുക്ക് തരും. നമ്മളെ ഈ ശരീരത്തിൽ നിന്നും നമ്മൾ ആധ്യാത്മിക ശരീരത്തിലേക്ക് പോകാൻ വേണ്ടി നമ്മളിപ്പോ സഹായിച്ചാൽ നാളെ നമുക്ക് വന്നു ചേരാൻ പോകുന്ന യാതനാ ശരീരത്തിൽ നിന്ന് ആര് സഹായിച്ചോളും? ഭഗവാൻ നമ്മളെ സഹായിച്ചു. പ്രേത ശരീരത്തിൽ നിന്നും മുക്തി പ്രാപിക്കാൻ ഭഗവാൻ സഹായിച്ചോളും. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഇപ്പൊ ചെയ്യാം. പിന്നത്തെ കാര്യം പിന്നെ ഇപ്പൊ നമുക്ക് ഹരേകൃഷ്ണ മന്ത്രം ജപിക്കാനുള്ള ആരോഗ്യം കൃഷ്ണൻ തന്നിട്ടുണ്ട്. നല്ല ഭക്തന്മാരെ തന്നിട്ടുണ്ട്. ഹരേകൃഷ്ണ മന്ത്രം ജപമാല തന്നിട്ടുണ്ട്. ജപസന്ധി തന്നിട്ടില്ല. ഒരു ഭക്തൻ ഒരു തമാശ പറയാണ്, ഞാൻ ഹരിദാസ് ടാഗോറിനെ പോലെ ഞാൻ ഡെയിലി നാമം ജപിക്കും. ഓരോ ദിവസം ഓരോ പുതിയ ജപസഞ്ചിയിൽ കൈയിട്ട് ഞാൻ ജപിക്കും. ഇങ്ങനെയും പറഞ്ഞ റിയലൈസ്ഡ് സോളുകൾ ഇവിടെ ഉണ്ട്. ജപമാല എടുത്ത് ജപിക്കുമെന്ന് പറഞ്ഞില്ല, ഓരോ ദിവസം ഓരോരോ ജപസഞ്ചി ഞാൻ മാറ്റി മാറ്റി ജപിക്കുന്നു പറഞ്ഞു, തമാശക്ക് പറഞ്ഞു. പക്ഷേ ജപസഞ്ചിക്ക് എപ്പോഴും ജപമാല ഉണ്ടോ എന്ന് നോക്കാൻ നമ്മൾ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. അയ്യോ, ഹരേ കൃഷ്ണ. അതെ, അതായത് തീർച്ചയായിട്ടും ഭഗവാൻ നമുക്ക് എത്ര കാലം തന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോ ഒരു ജീവിയുടെ സ്വന്തമായിട്ട് ആദ്യ ആത്മീക ദുഃഖം എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ തന്നെ ശരീരം, നമ്മുടെ മനസ്സ് നമുക്ക് തരുന്ന ഒരു ഉപദ്രവമാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. ആദ്യ ഭൗതിക ദുഃഖം എന്ന് പറഞ്ഞ് നമ്മളല്ലാതെ മറ്റൊരു ജീവി നമുക്ക് ഉപദ്രവം തന്ന് നമ്മുടെ ശരീരത്തെ നമ്മളിന്ന് മോചിപ്പിച്ചാലും ആത്മഹത്യ തന്നെയാണ്. ആ ആത്മഹത്യയല്ല, അതൊരു ദുർമരണമാണ്. അപ്പൊ ആ സമയത്തും ആ ആക്സിഡന്റൽ ഡെത്ത് അത് ദുർമരണം ആവാം. പക്ഷെ അത് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം വിട്ടു പോകേണ്ട സമയം ആയോ ആ സമയത്ത്, അതല്ല ഇനിയും കുറച്ചുകൂടി സമയം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. എന്തായാലും ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട ആത്മാവിന് ഒരു പ്രേത ശരീരം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ദുർമരണം ആണെങ്കിൽ. ഭഗവാൻ പറയുന്ന കാലത്തിന് മുമ്പാണ് പോകുന്നത്. അപ്പൊ ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സദാശിവ സമയവും കൃഷ്ണ ബോധത്തിൽ തന്നെ നിൽക്കുക. അപ്പൊ അങ്ങനെ ഒരു ആത്മഹത്യാ സമയത്ത് അന്ധകാലേക്ഷമാമേവ സ്മരഭക്ത പ്രകടനം, ആ സമയത്ത് കൃഷ്ണനെ കുറിച്ച് ഓർത്താണ് ആ ശരീരം വീക്ഷിക്കുന്നെങ്കിൽ അയാൾക്ക് പിന്നെ ഒരു നിയമവും ബാധകമല്ല. ഉടനെ അയാൾ എവിടെ എത്തും? ഭഗവാന്റെ അതേ ലോകത്ത്. ഇനി നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ഇതേപോലെ ഒരു മരണമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് അവരെ കുറച്ചൊക്കെ മാറ്റം വരുത്താനുള്ള കഴിവുണ്ട്. കാരണം എത്രയോ ഋഷിവര്യന്മാർ മറ്റു ഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടും കാരുണ്യം ചൊരിഞ്ഞത് കൊണ്ടും അതിന്റെ ഫലം അവർക്ക് കിട്ടിയിട്ടില്ലേ? അതുകൊണ്ട് ഒരു ഭക്തൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അതിന്റെ ഫലം ആർക്ക് കിട്ടും? അത് കൺസേൺഡ് പേഴ്സണ് തീർച്ചയായിട്ടും കിട്ടുന്നു. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി ഒരു ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. അതൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഹരേ കൃഷ്ണ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം ശ്രീല പ്രഭുപാദ് ഗുരുദേവ് ഗൗര പ്രമാനദേ ഹരി. അതീതം എന്നുള്ള പുസ്തകം നിങ്ങൾക്ക് തന്നിരുന്നു, അത് നോക്കി വായിക്കാനൊക്കെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ പറ്റിയില്ല. അതുകൊണ്ട് ഇത് അതോറിറ്റിയുടെ കയ്യിൽ തിരിച്ച് ഏൽപ്പിച്ചിരിക്കുക. ഇല്ലെങ്കിൽ അതിനുള്ള പൈസ കൊടുത്ത് ആ പുസ്തകം നിങ്ങൾ മേടിച്ചോളൂ. ആ പുസ്തകത്തിന് എത്രയാണ് വില പ്രഭു? 40 രൂപ കൊടുത്ത് ആ പുസ്തകം മേടിക്കുക. അർജന്റായിട്ട് എല്ലാവരും വാങ്ങിച്ച് വായിക്കേണ്ട മനോഹരമായ പുസ്തകമാണത്. ഈ കാണുന്ന അത്ര പേടി വായിക്കുമ്പോൾ ഇല്ല. ദയവായി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. താങ്ക് യു.